ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിയുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട്, ഗട്ടുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് നോമൻ ടീച്ചറിലൂടെ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും അമല ടീച്ചർ നമ്മളോട് സംസാരിക്കും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അമൽ ടീച്ചറേയും. അമൽ ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ആദ്യം സാറിന് പ്ലാറ്റ്ഫോമിന് നന്ദി പറയുന്നു. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതവും നന്ദിയും പറയുന്നു. ഷെയർ ചെയ്തോളാവേ സർ. ഇത് ഉഷാമേം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഉണ്ടോ? നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കാൻ നോക്കുമ്പോൾ ആരുടെയും മുഖം കാണുന്നില്ല, സാറ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തില് എന്താണ് നമുക്ക് ഏറ്റവും സഹിക്കാൻ മേലാത്ത ഇഷ്യൂസ്? എങ്ങനെയാണ് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്? നമുക്ക് ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് വർക്ക് ചെയ്യുന്നിടത്ത് ഒക്കെ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകാറില്ലേ? അങ്ങനെ ആ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ആ ഇഷ്യൂസ് ചെറിയ കാര്യം പോലും നമുക്ക് വലിയ കാര്യമായിട്ട്, വലിയൊരു ഇഷ്യൂ ആയിട്ടൊക്കെ തോന്നാറില്ലേ? പരിഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നി ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ ഞാൻ ഇത്രയും വിഷമിച്ചേ, ബേജാറ് പിടിച്ചേ എന്നൊക്കെ തോന്നാറില്ലേ? അപ്പൊ പക്ഷേ അങ്ങനെ അല്ലാതെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും കൂടിയ പ്രോബ്ലം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രോബ്ലം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് തന്നെയാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ്. നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ നമ്മൾ ചെറിയ ഒരു പ്രശ്നത്തിന് ഇതൊന്നും വേണ്ട, നമുക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ ആ അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നേരെ പോയാൽ മതി എന്നുള്ളത് ആണ്. അത് കറക്റ്റാണ് മാം പറഞ്ഞ ആൻസർ. പിന്നെ അല്ലേ, നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് നേരെയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്ന എന്ത് പ്രോബ്ലം നമ്മൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ആലോചിച്ചും പെറുക്കിയൊക്കെ ചെയ്ത് തീർക്കും. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇല്ലാതെയായി പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ള ഒരു പ്രോബ്ലത്തിനും ഇല്ല. നമുക്കിനി സ്വാതന്ത്ര്യം ഇല്ലേ പോലും ഫിസിക്കൽ ഹെൽത്ത് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, അല്ലേ? ഇപ്പൊ ചെറിയ പനി വന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു ചെറുവിരലിന് ഒരു മുറിവ് വന്നാൽ പോലും നമ്മുടെ ടോട്ടൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമുക്ക് അസ്വസ്ഥതയാണ്. പിന്നെ നമുക്കൊന്നും ശരിയാകാത്ത പോലെ, വേറൊന്നും ശരിയാകാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക. അപ്പൊ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് തിങ്കളാഴ്ചയാണ്. വിഷിംഗ് യു എ റിവാർഡിംഗ് വീക്ക് അഹെഡ്. ഇന്ന് സന്ധ്യ ആയാലും ആദ്യം കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണമല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഉഷാ മാം, ഈ കോട്ട് വായിക്കാൻ പറ്റുമോ? വായിക്കാം മാം. ആ മേലെയുള്ളത് ഓക്കെ, കേട്ടോ. ശരിക്കും വിസിബിൾ അല്ല. വെൻ യുവർ പേരൻസ് ആർ നോട്ട് റിച്ച് ബട്ട് സ്റ്റിൽ. അതെനിക്ക് ബാക്കി എനിക്ക് കാണുന്നില്ല, അതാണ്. നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ അത് പിന്നെ unexperienced life is not worth living. An unexperienced life is not worth living. എക്സാമിൻഡ് ലൈഫ്, അൺഎക്സാമിൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അതൊരു നല്ല വർത്തായിട്ടുള്ള ജീവിതം അല്ല എന്നാണ് പിന്നെ സോക്രട്ടീസ് പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മൾ എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എക്സാമിൻ ചെയ്യണം, മനസ്സിനെ എക്സാമിൻ ചെയ്യണം, ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ കർമ്മം എല്ലാം നമ്മൾ എക്സാമിൻ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൽ നമ്മുടെ ഹെൽത്തും ഞാൻ അങ്ങ് ഉൾക്കൊള്ളിക്കുകയാണ്. ശരിയല്ലേ? ഇതൊരു വീഡിയോ ആണ്, ಈ ಹೆಲ್ತುമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ಎಣಿಸುವುದು
We know that diabetes is a disciplined discourse. My sugar level is 419. And what is the method to control and to line with motivation? Kindly answer. I didn't get that. Diabetes being a constant discourse. Sugar level 419. Diabetes is not a new disease, it has not come now. But now we doctors give medicines. We doctors give lot of medicines which makes you a diabetic. One of the medicines is called statin, cholesterol lowering drug. People who take statin in 1 year, up to 47% will become diabetics. So there is no epidemic of diabetes, no. The next question is again on diabetes. Fasting, sugar 134, after food 190. Whether I must take my tablets or any other treatment. 190 is not a bad food. Actually, up to 200 is, according to WHO, normal. So you don't have to take tablet. You take exercise, control your diet, and think of good things in the mind. Do something for others. Your diabetes will disappear. Next. No, you're all making it a personal consultation. Don't do that, please. Something, common. Is there any book that can suggest what to eat and what not to eat? For diabetic doctors, please suggest, they suggest not to eat rice. Now, wheat is also not suitable. So, what can be eaten? Is there? The best food is brown rice. The taudu in rice has got a medicine for diabetes called metadicol. Americans sell it for $50. You can get it in taudu. So, rice is good, but it is not what you eat that matters. It's how much you eat that matters. Eat less. Don't eat wheat. Next. Sir, it is said that India will be the diabetic capital of the world. So as a health professional, I ask, as a homeopathic doctor, that what can we do? How do we handle these cases? Madam, this is a big hoax by the diabetic drug selling companies. They have bought over the minds of so many Indian doctors who are told to do what is called surveys. And what you do is you go and frighten somebody. We are doing a survey and he will become a diabetic. So they are creating diabetes. According to the WHO, India is the best country in the next 50 years because diabetes rate will be very low and America will be the highest. ನಮಸ್ಕಾರ ಸರ್. ವೃದ್ಧಾಪ್ಯವನ್ನು ನಿಯಂತ್ರಿಸ್ತಕ್ಕಂಥ ಯಾವ್ದಾರ ತತ್ವ ನಿಮ್ಮ ಇದರಲ್ಲಿ ಇದೆಯಾ ಅಂತ. ವೃದ್ಧಾಪ್ಯವನ್ನು ನಿಯಂತ್ರಿಸ್ತಕ್ಕಂಥದ್ದು. He wants to know whether he can control old age. ವೃದ್ಧಾಪ್ಯವನ್ನು ನಿವಾರಿಸಬಹುದಾ ಅಂತ. ಮಾಡಬಹುದು, ಅದನ್ನು ಸ್ವಲ್ಪ ಪೋಸ್ಟ್ಪೋನ್ ಮಾಡಬಹುದು, ಎಲ್ಲ ಯೋಗ ಗೀಗ ಎಲ್ಲ ಮಾಡಿ. ಬಟ್ ಅದನ್ನು ನಿಲ್ಲಿಸ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ಯಾಕಂದ್ರೆ ಅದನ್ನು ನಿಲ್ಲಿಸಿದ್ರೆ ಯಾರು ಸಾಯುವುದಿಲ್ಲ, ಯಾರು ಸಾಯದಿದ್ರೆ ಬಹಳ ಕಷ್ಟ. ಸರಿ ಸರ್, ನಂದು ಎಣಿಸುವುದು. We know that diabetes is a discipline. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങേര് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് വാങ്ങാൻ തീരുമാനമാക്കിയാൽ, മരുന്ന് വാങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ പോവുകയും മരുന്ന് വാങ്ങുകയും ചെയ്യാൻ പറ്റാത്ത ഒരു ഡ്രഗ് മാഫിയെ പറ്റി അങ്ങേര് പറഞ്ഞു. അപ്പം ഏത് രോഗത്തിനും അത് ബാധകമാണ്. ഇപ്പം ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷുഗറിനെ പറ്റിയാണ് പറയാറ്. പക്ഷേ ഈ ബവൽ ക്യാൻസർ, ഈ ക്യാൻസർ ലോകത്ത് 3rd മോസ്റ്റ് കോമൺ ഡിസീസാണ്, ഇന്ത്യയിൽ 2nd മോസ്റ്റ് കോമൺ ഡിസീസാണ്. എന്താണ് കുടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ? ബവൽ ക്യാൻസർ എന്താണ്? അസെൻഡിങ് കോളൻ, ഡിസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, സിഗ്മോയിഡ് കോളൻ, റെക്ടം, ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുന്ന ക്യാൻസറിനാണ് നമ്മൾ ബവൽ ക്യാൻസർ അല്ലെങ്കിൽ കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ 50 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു ഇതുവരെ ഇത് വന്നുകൊണ്ടിരുന്നത്. ഇത്രയും കാലവും പ്രായമുള്ളവർക്കായിരുന്നു ഈ ക്യാൻസർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ചെറുപ്പക്കാരിലും താരതമ്യേന കൂടുതലായി 45 വയസ്സിന് താഴോട്ടുള്ളവർക്കും ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു വലിയൊരു ഭീഷണിയാണ് ഈ ക്യാൻസർ. നമ്മുടെ ഏറ്റവും 50 വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ പ്രായമുള്ളവരുടെ കോശങ്ങൾ നശിച്ചാൽ അതിന്
മോഡിഫൈ ചെയ്യാനുള്ള കഴിവ് അവരുടെ ശരീരത്തിൽ ബാക്ടീരിയക്ക് ഇല്ല, അത് കുറവാണ്. ഇപ്പം ചെറുപ്പക്കാരിൽ അങ്ങനെയല്ല. പക്ഷെ എന്നിട്ടും ഇപ്പം ചെറുപ്പക്കാരിൽ ഈ ക്യാൻസർ കൂടുതൽ കാണാൻ തുടങ്ങി. 100 രോഗികളെ എടുത്താൽ 15 അല്ലെങ്കിൽ 20 രോഗികൾ കോളൻ ക്യാൻസറിന്റെ പിടിച്ച രോഗികൾ തന്നെയാണ്. ഇത് നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ കുടൽ ക്യാൻസർ കൂടുതലും പാരമ്പര്യമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ പോലും ഒരു പാരമ്പര്യവും ഇല്ലാതെ ഫാമിലിയിൽ ആർക്കും ഇല്ലാതെ തന്നെ ഈ ക്യാൻസർ ഇപ്പം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഒരു ആൻസറായിട്ടാണ് ഞാൻ നേരത്തെ ആ വീഡിയോ കാണിച്ചതിൻ്റെ അകത്ത് അതിൻ്റെ ആൻസർ ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈലിൻ്റെ വ്യത്യാസമാണ് ഈ ക്യാൻസർ ഇങ്ങനെ കൂടുതലാകാൻ കാരണം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് സിംറ്റംസും സയൻസും ഇതിൻ്റെ? ഫാറ്റീഗ്, നമ്മൾ വല്ലാതെ വിളർച്ച ഉണ്ടാകുന്നു, പെട്ടെന്ന് വിളർച്ചയിലേക്ക് വരുന്നു. അൺഎക്സ്പെക്റ്റഡ് വെയിറ്റ് ലോസ്, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. അബ്ഡോമിനൽ പെയിൻ, വയറിന്റെ അടിവയറിന് ഒരു പെരുക്കം, ഭയങ്കര ഗ്യാസ്, ഏമ്പക്കം, ഇങ്ങനെ അബ്ഡോമിനൽ പെയിൻ വരുന്നു. കോൺസ്റ്റിപ്പേഷൻ അറിയാലോ. ബ്ലഡ് ഇൻ പൂ, മലത്തിൽ ബ്ലഡ് പോകുക, വലിയ വേദനയൊന്നും ഇല്ലാതെ തന്നെ മലത്തിൽ ബ്ലഡ് പോകുന്ന അവസ്ഥ. ചേഞ്ച്ഡ് ബവൽ ഹാബിറ്റ്സ്, എപ്പോഴും നമുക്ക് ഒരു കറക്റ്റായ ഒരു ബവൽ ഹാബിറ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഭയങ്കര അത്യാവശ്യം കോൺസ്റ്റിപ്പേഷൻ ആണ് അനുഭവപ്പെടുക, ചിലപ്പം ഡയേറിയ പോലെ തോന്നും. ലൂസ് പൂ, ഇങ്ങനെ മാറ്റങ്ങൾ. നമുക്ക് വയറിളക്കം, ലൂസ് പൂ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തോട് കൂടിയുള്ള വയറിളക്കമാണ്. അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ പിന്നെ ഒന്ന് ഡോക്ടറെ കാണേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ മനസ്സിലാകുന്നത്. ഈ സിംറ്റംസ് ഒന്നും അൺനോട്ടീസ്ഡ് ആണ്. കാരണം ബ്ലഡിൽ മലത്തിൽ ബ്ലഡ് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് പൈൽസ് ആണ് എന്ന് വിചാരിച്ച് പൈൽസിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് നടക്കും. ഇതിനെപ്പറ്റി ഇത്ര മുന്നോട്ട് നമ്മൾ ചിന്തിക്കുകയില്ല. ചിലപ്പോൾ പൈൽസ് ആകാനും മതി. അതുപോലെ പിന്നെ വയറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഗ്യാസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. നമ്മള് നെഗ്ലക്ട് ചെയ്യും അല്ലേ മാഡം? വല്ലാതെ നെഗ്ലക്ട് ചെയ്യും. നമ്മള് വലിയതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതെ. ഈ ബവൽ ക്യാൻസർ ആണ് കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതൊന്ന് വായിച്ചോളൂ മാഡം, ഇത് കാണാൻ പറ്റും. ബവൽ ക്യാൻസർ, യങ് പീപ്പിൾ അറ്റ് ഹൈ റിസ്ക്, സിംറ്റംസ് ദാറ്റ് ഈസിലി അൺനോട്ടീസ്ഡ്. Bowel cancer, also known as colorectal cancer, is a type of cancer that develops in the colon or rectum. It can be caused by the abdominal growth of cells in the lining of the colon or rectum, often starting as small polyps. ഇത് പിന്നെ നമ്മുടെ വൻകുടലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വൻകുടൽ അവസാനിക്കുന്നിടത്താണ് രക്തം ഉള്ളത്. ആ രക്തത്തിന്റെ അവിടെ ഉണ്ടാകുന്നതാണ്. ഇത് ചെറിയ പോളിപ്സ് ആയിട്ടാണ് വരിക. ഈ ചെറിയ കുമിള പോലെ പോളിപ്സ് ആയിട്ടാണ് വരിക. അതൊരു കടലമണീന്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല, നമ്മളത് അറിയുന്നില്ല. ഈ ഫോറിൻ കൺട്രീസിലൊക്കെ 45 വയസ്സ് കഴിഞ്ഞാൽ 10 കൊല്ലത്തിലൊരിക്കൽ കൊളനോസ്കോപ്പി ചെയ്യും, നിർബന്ധമാണ്. നമുക്ക് അവിടെ ഇൻഷുറൻസ് ആണല്ലോ, അപ്പൊ അവർക്കത് നിർബന്ധമാണ്, അത് ചെയ്യും. അപ്പൊ അത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വളരെ ഇതിന്റെ റിസ്ക് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ടാണ് നമുക്കിത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് കോളോറെക്ടൽ പോളിപ്സ്. കാണുന്നുണ്ടോ മാം? കാണാം. ഇങ്ങനെയാണ് ഈ പോളിപ്സ് ഉണ്ടാകുന്നത്. പോളിപ്സ് മുഴുവനും ക്യാൻസറസ് ആവണമെന്നില്ല. ചിലർക്ക് പോളിപ്സ് ഉണ്ടാവും, പക്ഷെ അത് ക്യാൻസറസ് ആവണമെന്നില്ല. ഇത് കുടലിന്റെ ആ ട്രാക്കിലാണ് ഉണ്ടാകുന്നത് അല്ലേ? ഉള്ളില്. അതൊന്ന് വായിച്ചേക്കും മാം.
Colorectal polyps, a small clump of cells that forms on the lining of the colon or rectum. Most are harmless, but some can develop into cancer. ഇതിപ്പം ഈ കോളനോസ്കോപ്പി ചെയ്യുവാണെങ്കിൽ അത് പോയി കണ്ടുപിടിക്കുമല്ലോ. ഇപ്പം AI സപ്പോർട്ടോട് കൂടിയുള്ള കോളനോസ്കോപ്പി ഉണ്ട്. അപ്പം ഡോക്ടറുടെ കണ്ണിൽ ഇത് പെട്ടില്ലെങ്കിൽ പോലും അതവിടെ മാർക്ക് ചെയ്യും. ഈ മാർക്ക് ചെയ്യും, ഇത് അവിടെ ഉണ്ട് എന്നുള്ള മട്ടിൽ മാർക്ക് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഇപ്പോൾ അത് ഭയങ്കര റിസ്ക് കുറഞ്ഞ ഒരു ഇടപാടായിട്ട് മാറിയിരിക്കുവാണ്. അപ്പം അത് അതിൽ നിന്ന് അപ്പൊ തന്നെ ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്ത് അയച്ച് റിസൾട്ട് വന്നാലാണ് ഇത് ക്യാൻസറസ് അല്ലായിരിക്കും ചിലപ്പോൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് മാറ്റട്ടെ. Colorectal cancer or colon cancer? Colon cancer. A cancer of the colon or rectum located at the digestive tract's lower end. Early cases can begin as non-cancerous polyps. Colon cancer is generally treatable and it is often curable, especially when detected early. Colorectal cancer treatment develops on the size, location, and how far the cancer has spread. ഈ കോളോൺ ക്യാൻസർ ഡൈജസ്റ്റീവ് ട്രാക്ട്സിലാണ്, ലോവർ എൻഡിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ഡൈജഷൻ മുഴുവനും നടക്കുന്നത് നമ്മുടെ ഈ കുടലിലാണല്ലോ. അപ്പം നമ്മുടെ ഡൈജഷന് ചിലപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടാവില്ലേ, നമ്മൾ ദഹനം ശരിയാവുന്നില്ല, എനിക്ക് തീരെ ദഹിക്കുന്നില്ല എന്നൊക്കെ പറയൂലേ. അത് നമ്മൾ അത് മൈൻഡ് ചെയ്യാറില്ല സാധാരണ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുടൽ എന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ കുടലിലേക്ക് ഇടുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വല്ല ലൈസൻസും ഉണ്ടോ? ശ്രദ്ധിക്കുന്നില്ല, ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോ നല്ലൊരു വണ്ടി വാങ്ങി, ആ വണ്ടിക്ക് പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോള് കിട്ടുന്നില്ല, നമ്മള് മണ്ണെണ്ണ ഒഴിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് ഒഴിക്കൂല? അത് ആ വണ്ടി ഓടത്തില്ല, വണ്ടിക്ക് ഡാമേജ് വരും അല്ലെ, വണ്ടി ഓടുകയില്ല എന്ന് മാത്രമാണോ? നമ്മുടെ ആ ഒഴിക്കുന്ന ആ പാത്രം തന്നെ തുടങ്ങി നശിച്ചു പോകൂലേ? സാധ്യതയുണ്ട് അല്ലേ? ഉള്ളുന്ന അതിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ്സും ഓരോ ഉള്ളിലുള്ള പാർട്സും നശിച്ചു പോവില്ലേ? അതെ. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് ആ വണ്ടി. അതേസമയം നമ്മുടെ കുടലിലേക്ക് ഇന്ധനം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്രയും കെയർ കൊടുക്കുന്നില്ല. അത്രയും നല്ല ഒട്ടും കെയർ കൊടുക്കുന്നില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. Early cases can begin as non-cancerous polyps. ഇത് സാധാരണ ഒരു കടലമണി പോലെ ഒരു കുമിളയായിട്ട് വരികയാണ് ചെയ്യുക. അത് ക്യാൻസറസ് ആവണമെന്നില്ല, ആദ്യം സാധാരണ പോലെ ഇങ്ങനെ വരിക ചെയ്യുക. Colon cancer is generally treatable and it is often curable, especially when detected early. ഏത് ക്യാൻസറും നേരത്തെ ഡിറ്റക്ട് ചെയ്താലേ ക്യൂറബിൾ ആവൂന്ന് നമുക്കറിയാം, അല്ലേ? അതെ. Colorectal cancer treatment depends on the size, location and how far the cancer has spread. ഇതിന്റെ വലുപ്പം എത്രയായി, എത്രത്തോളം സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സ്റ്റേജ് അനുസരിച്ചാണ് ഇത് ക്യൂറബിൾ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കിനി ക്യാൻസർ ഒന്ന് വായിച്ചോക്കാം, ഓരോന്ന് വായിച്ചാൽ. Colon cancer, a cancer of the colon or rectum located at the digestive tract's lower end. A risk factor to colon cancer: a diet high in fat, red or processed meats, age over 45, alcohol use. ഓരോന്ന് മതി മാഡം, നമുക്കതൊന്ന് പറഞ്ഞിട്ട് പോവാം. Okay. A diet high in fat, red or processed meats. നമ്മള് നമ്മുടെ ഭക്ഷണത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ഡയറ്റ് ഹൈ ഇൻ ഫാറ്റ് എന്താണ്? ഫാറ്റ് കൂടുതലുള്ള ഡയറ്റ് നമ്മളത് നോക്കുന്നില്ല. സാധാരണ ലേഡീസൊക്കെ കടുക് പൊട്ടിക്കാനാന്ന് പറഞ്ഞ് ഒരു ചീൻചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പം എന്തോരം കറിക്കാണ് ആ എണ്ണ
ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കാതെയല്ലേ ഒഴിക്കാറ്? അതെ അതെ, ടേസ്റ്റ് കൂടാൻ വേണ്ടി എണ്ണ കൂടുതൽ ഉപയോഗിക്കും. ടേസ്റ്റ് കൂടാൻ വേണ്ടി എണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 പേർക്കാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ ഒഴിക്കുന്ന എണ്ണ പിന്നെ നമ്മൾ ഇന്നലെ 5 പേർക്കാണ് കറി വെച്ചത്, ഇന്നലെ ഒഴിച്ച അതേ അളവിലാണ് ഇന്ന് ഒഴിക്കുക. ഇന്ന് 2 പേർക്ക് മാത്രം മതി കറി. അതെ അതെ. കുറച്ച് അപ്പൊ കറിയേ ഇന്ന് അളവ് വെക്കുന്നുള്ളൂ, മാറുന്നില്ല. ആ ആള് കുറവാണ്. ആ പക്ഷെ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കറിക്ക് കുറച്ച് എണ്ണ മതി എന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല, അത് നമുക്കൊരു കണക്കുണ്ട്, അതങ്ങ് ഒഴിക്കും. അതങ്ങ് ഒഴിക്കും. അത് പിന്നെ കറി എത്രയുണ്ട് എന്നുള്ളത് നോക്കുന്നില്ല. അതെ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ് ഏതൊക്കെയാ? ബീഫ്, പോർക്ക്, മട്ടൺ, പിന്നെ ഇവ കൂടുതൽ കഴിക്കുന്നവര്. അത് ഇതിന്റെ ഈ ഇറച്ചി ഒക്കെ കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ ഓർക്കുക, പണ്ടൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കണ്ട് എവിടെയെങ്കിലും ഒരു അറവുള്ളൂ. അത് കൂട്ട് കിട്ടുന്നവർക്ക് കിട്ടും, കിട്ടിയില്ലേ കിട്ടൂല. പിന്നെ അല്ലെങ്കിൽ കോഴീനെ വീട്ടിൽ വളർത്തിയിട്ട് വേണം ഒരു ഇറച്ചി കഴിക്കണമെങ്കിൽ. അപ്പൊ അതൊക്കെ അങ്ങനെയായി. അപൂർവമായിട്ടാണ് വീടുകളിൽ ഇറച്ചി മീനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. മീൻ പിന്നെയും കുറച്ച് കിട്ടുമെന്ന് വിചാരിക്കാം, പൈസ ഉണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ, അങ്ങനെ ആയിരുന്നു. അന്ന് അസുഖങ്ങളും കുറവുണ്ടായിരുന്നു, നമുക്ക് ഭക്ഷണം കുറവായിരുന്നു, എല്ലാവർക്കും കൂടി എത്തിച്ചു കൊടുക്കാൻ അമ്മമാര് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ നമുക്ക് ഇത്രയും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം ഭൂമിയിൽ വേണം, പക്ഷെ നമ്മൾക്ക് ഇത്രയും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവർക്ക് ബ്രോയിലർ ചിക്കൻ മാത്രം മതി, അതെ അല്ല ഇറച്ചിയും മീനും മുട്ടയും, ഈ 3 സാധനങ്ങളല്ലാതെ അവർക്ക് പച്ചക്കറികൾ വേണ്ട. ഇത് കഴിച്ചോട്ടെ, ഇതിന്റെ കൂടെ കുറച്ച് പച്ചക്കറിയും കൂടെ കഴിക്കുവാണെങ്കിൽ കുറച്ച് കോമ്പൻസേഷൻ ആവും. അതവർ ചെയ്യാറില്ല. സാധാരണ നമ്മൾ മുരിങ്ങയിലയാണ് കറി എന്നൊക്കെ പറയുമ്പോൾ നാണക്കേട് പോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്കത് വിഷയമല്ല. പക്ഷെ പുതുതലമുറയ്ക്ക് അത്തരം കറികളൊന്നും അത്ര താല്പര്യമില്ല. അല്ലെ, അവര് വെറും മുരിങ്ങയില കൂട്ടുന്നവരാണ്, അവര് അങ്ങനെ പൈസ കൊടുത്തൊന്നും മേടിക്കുകയില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ. അങ്ങനെ പറയും. അവര് പറമ്പിലുള്ള താളും തകരയുമാണ് കഴിക്കുന്നത്. ഞാൻ മൊബൈലിൽ ക്ലാസ് എടുത്തിട്ട് 7 മുതൽ 8 വരെ എന്നോട് ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സൈക്കോളജിക്കൽ ക്ലാസ് ഉണ്ടാവും. ആരുടെയോ മൈക്ക് ഓണാണ്. ടീച്ചറിനെ ഓഫ് ചെയ്യാവേ, മ്യൂട്ടോൾ ചെയ്യാവുന്ന ഒരു ആളെ കാണുന്നില്ല ഈ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ആരാ നോക്കട്ടെ. ജോർജ് സാറാണേ. അയാള് PPT കാരനെ എനിക്ക് ആളെ കാണത്തില്ല. ഓക്കെ 85 കിലോ. ജോർജ് സാറിന്റെ സൗണ്ട് കേൾക്കണേ. ജോർജ് സാറേ, ഒന്ന് ബൈക്ക് മ്യൂട്ട് ചെയ്യാവോ? കണ്ടിട്ടുള്ളതാണ്. ഫോണിന് എന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ. അവിടെ മില്ലറ്റിന്റെ ഗ്ലോബൽ മില്ലറ്റ് ഇന്ന് എനിക്ക് പറ്റുന്നില്ല, കോസ്റ്റ് ആണ്. ടീച്ചറെ കോസ്റ്റ് ആണ്, പക്ഷെ എനിക്കെന്തോ കുറവാണ്, എന്താണെന്നറിയില്ല, പറ്റുന്നില്ല. ഓക്കെ ടീച്ചറെ, ശരി. മോമൻ ടീച്ചർ അൺമ്യൂട്ട് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. മോമൻ ടീച്ചർ അൺമ്യൂട്ട് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തോ. മോമൻ ടീച്ചറെ ഞാൻ വരുവാ, ഞാൻ എന്റെ ഷെയറിങ് പോയായിരുന്നു. ഓക്കെ അതെല്ലാം ടീച്ചർ അൺമ്യൂട്ട് ആക്കണേ. ഞാൻ എല്ലാരും ഓൾ മ്യൂട്ട് ആക്കി, അതുകൊണ്ടാണേ. ഇനിയിപ്പം ടീച്ചറിനെ മ്യൂട്ട് ആക്കണമെങ്കിൽ മോമൻ ടീച്ചർ. ടീച്ചർ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ടേ.
ടീച്ചറിനെ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ചെയ്യാം. താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭക്ഷണശീലത്തെ പറ്റിയാണ്. കൂടുതൽ പിന്നെ നോണായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് ഇപ്പൊ എല്ലാവരും കഴിക്കുന്നത്. അതിന്റെ കൂടെ ഈ മറ്റു ഇലക്കറികൾ, പച്ചക്കറികൾ, ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള ഒരു അറിവ് അത് അറിവ് ഇല്ലായ്മ മാത്രമല്ല, ആർക്കും അതിനോടൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ച് പോയത് ഒരു കൃഷിക്കാരുടെ വീട്ടിലേക്കാണ്. ഞാൻ അന്നേരം അവിടെ ഇലക്കറിയൊന്നും വെക്കൂല. അപ്പൊ ഞാനവിടെ പിന്നെ അവിടെയെല്ലാം പോയി ചീരയൊക്കെ പറമ്പിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഹ്ലാദം വന്നിട്ട് ഞാൻ അതൊക്കെ പറിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അമ്മ അത് കറി വെക്കാൻ സമ്മതിച്ചില്ല. അതുപോലെ ഈ വാഴയുടെ പിണ്ടി, അത് നല്ലതാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാനത് എടുക്കാൻ പോയപ്പം പിള്ളേരെന്നെ ഓടിച്ച്, ഞാൻ ചേച്ചി വന്ന വകയിൽ ഞങ്ങളുടെ എരുമ പട്ടിണിയാവുന്നില്ല. വാഴയുടെ പിണ്ടിയൊക്കെ അവരെ എരുമയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എരുമേനെ വളർത്തുന്നത് ഈ വാഴപ്പിണ്ടിയൊക്കെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇറച്ചി, മീനും, മുട്ടയും മാത്രമേ കഴിക്കുള്ളായിരുന്നു. ആ ഒരവസ്ഥ നാട്ടിൽ മിക്കവാറും വീടുകളിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കുട്ടികൾ നല്ല അപ്പൊ എനിക്ക് അവിടുന്ന് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, അവരുടെ ഭക്ഷണം എനിക്ക് പറ്റാതെ വന്നു. ഞാൻ കുറെ പട്ടിണി കിടന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നെ പോലെ എൻ്റെ മക്കളായാലും ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ ട്രെയിൻ ചെയ്ത് എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എൻ്റെ മക്കള് എല്ലാ ഭക്ഷണവും കഴിക്കും. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. ഗർഭത്തിൽ അമ്മമാര് ഗർഭിണിയായിരിക്കുമ്പോൾ ഏതൊക്കെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചോ, ആ ഭക്ഷണം ചിലപ്പോൾ മക്കൾ മാറ്റി വെക്കുന്ന കാണാം. അങ്ങനെ അമ്മമാരുടെ ഒരു ശീലമാണ് ഭക്ഷണ കാര്യത്തിലൊക്കെ മക്കൾക്ക് ഉണ്ടാവുക. അപ്പൊ അമ്മമാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ ഭക്ഷണകാര്യം അമ്മമാര് കൊടുക്കുന്നതാണ് അവർ കഴിക്കുന്നത്. അപ്പം ഈ എല്ലാം ഇപ്പൊ നമുക്ക് കൂടുതൽ സാമ്പത്തികം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, നമുക്ക് ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അത് കൂടുതൽ കൊടുക്കുക കുട്ടികൾക്ക്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചില്ലല്ലോ, കൂടുതൽ കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയിൽ വല്ലാതെ എല്ലാ സാധനവും കൊടുത്ത്, പക്ഷെ അതിനൊരു കൺട്രോൾ വെക്കാൻ അവരെ അതും കൂടെ പഠിപ്പിക്കേണ്ടതാണ്. എല്ലാ സാധനങ്ങളും കഴിക്കാനും പഠിപ്പിക്കേണ്ടതാണ്. അപ്പൊ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഇലക്കറികളും ഫൈബർ റിച്ച് ഫുഡൊക്കെ കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തേത് ഏജ് ഓവർ 45. അപ്പം 45-ന് മേലോട്ടാണ് ഈ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലുള്ളത്. പക്ഷേ ഈ ഭക്ഷണത്തിന്റെ പ്രശ്നം കാരണം, ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസം കാരണം ഇത് 45-ന് താഴെയുള്ളവർക്കും കൂടുതലായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ആൽക്കഹോൾ യൂസ് ആണ്. ഷീലാഭികം പോയോ? പിന്നെ ആൽക്കഹോൾ യൂസ് ഞാൻ വിശദീകരിച്ച് പറയണ്ടല്ലോ. ആൽക്കഹോൾ യൂസ്, കോളറക്ടൽ പോളിപ്സ്. പോളിപ്സ് ഉള്ള ചില ഫാമിലിയിൽ ഈ പോളിപ്സ് ഉള്ളവരുണ്ട്. ഈ ക്യാൻസറസ് അല്ലാതെ തന്നെ പോളിപ്സ് അമിതമായി കുടലിലുള്ള ആളുകളുണ്ട്. അവർക്ക് ഇത് വലിയ റിസ്ക് ആണ്. അങ്ങനെ അത് അറിയുന്നില്ല. പക്ഷെ ആ പോളിപ്സ് ഉള്ള ആളുകളുണ്ട്, അപൂർവമല്ല, കൂടുതലുണ്ട്. എക്സസ് വെയിറ്റ് ഓർ ഒബീസിറ്റി, നമ്മൾ എക്സസൈസ് ചെയ്യാതെയുള്ള പിന്നെ ഫാറ്റ്, ഹൈ റെഡ് മീറ്റ് ഒക്കെ കഴിച്ച് നമുക്ക് വല്ലാതെ തടി കൂടും. അത് വലിയൊരു റിസ്ക് ആണ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് കോളറക്ടൽ ക്യാൻസർ, പിന്നെ പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉണ്ടായിരുന്നവർക്ക് തലമുറയ്ക്ക് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വയറെരിച്ചില്, പുകച്ചില് എന്നൊക്കെ പറയല്ലേ. പിന്നെ ഈ കുടലിനൊരു വീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക്, കുടലിന്റെ പുറമെ. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് സാധ്യത കൂടുതലാണ്. ഇൻസഫിഷ്യന്റ് ഫൈബർ, അത് നമ്മൾ പറഞ്ഞു, ഫൈബർ സഫിഷ്യന്റ് ആകാതെ വരിക. പിന്നെ അടുത്തത് സ്മോക്കിംഗ്, അത് ഞാൻ പറയാതെ അറിയാലോ. ഇത് ഒന്നും കൂടി വെച്ചേ ഉള്ളൂ. ഫാമിലി ഹിസ്റ്ററി, ഡയറ്റ്, ഏജ്, ലൈഫ് സ്റ്റൈല്, മെഡിക്കൽ കണ്ടീഷൻസ്. പോരെ? മതി. അടുത്തത്
To help prevent colon polyps, focus on a diet rich in fiber, fruits, vegetables, and whole grains. By limiting red and processed meats, alcohol, and excessive fat intake. Regular physical activity and maintaining a healthy weight are also important. നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിന് എത്ര വെയിറ്റ് വേണമെന്നുള്ളത് നമുക്ക് ഏകദേശം ഇപ്പം അറിയാം അല്ലേ? അതെ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് കേരളം തടിച്ചു വീർക്കുന്നു. 38% സ്ത്രീകൾക്കും 36.5% പുരുഷന്മാർക്കും പൊണ്ണത്തടിയാണ്. ശരിയാണോ? നമുക്ക് എക്സസൈസ് ചെയ്യാൻ നമ്മളെപ്പോഴും നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്യാൻ നമുക്ക് സ്ഥലം കുറവ് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യക്കുറവ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഇപ്പോൾ കസേരയിൽ ഇരുന്നിട്ടാണ് എക്സസൈസ് ചെയ്തത്. എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും എക്സസൈസ് ചെയ്യാം. എക്സസൈസ് നന്നായി ചെയ്യുന്നവർക്ക് 8 തരം ക്യാൻസർ ഒഴിവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോളൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും സർവിക്കൽ ക്യാൻസറും. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് എക്സസൈസ്. ഇപ്പോഴത്തെ കുട്ടികൾ ഫോണും തോണ്ടി അല്ലേ ശ്രീലാഭികം? അതെ അതെ, അത് അവര് എക്സർസൈസ് അവർക്ക് അറിയത്തില്ല. ഒന്നുമല്ലെങ്കിലും കണ്ണിനെങ്കിലും ഉള്ള ഒരു എക്സർസൈസ് കൊടുക്കുന്നില്ല. ഏത് നേരം ഒരേ ചെറിയ സ്ക്രീനിൽ തന്നെ അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് കണ്ണിന് പെട്ടെന്ന് തന്നെ കാഴ്ച മങ്ങുന്നതിനും കണ്ണട വെക്കുന്നതിനും ഒക്കെ അത് കാരണമായിട്ടും വരുന്നുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പ്രശ്നം വരുന്നുണ്ടല്ലോ. അതെ അതെ, ഇതിപ്പം ഇന്നത്തെ സൊസൈറ്റി വിചാരിക്കുന്നത് എന്നാന്ന് വെച്ചാല് ഈ ട്രിപ്പ് പോവുക അല്ല, ഇത് കണ്ടോ, ഇത് കുടിക്കുന്നത് അല്ല. ടുഡേസ് സൊസൈറ്റി സോ ഗ്ലാഡ് ദ ഹോൾ ഈസ് ഇൻ അറ്റ് അവർ എൻഡ്. ആ മുകളിൽ ഇരിക്കുന്ന 2 പേരില്ലേ, അവര് ആ ഞങ്ങളുടെ ഭാഗത്തല്ല ഓട്ട വന്നത് എന്ന് പറഞ്ഞ് വലിയ സന്തോഷിച്ചിരിക്കുക. താഴെയുള്ളവർ വെള്ളം കോരി മടുത്തു. അപ്പൊ അവര് മുകളിൽ ഇരിക്കുന്നവര് പറയാണ് ഞങ്ങളുടെ ഭാഗത്തല്ല ഓട്ട, ഞങ്ങള് രക്ഷപ്പെട്ടു. ഇതാണ് ഇന്നത്തെ സൊസൈറ്റി. ശരിയല്ലേ? അതെ. നിങ്ങൾക്കൊക്കെ വന്നു, എനിക്ക് വരാൻ സാധ്യതയില്ല. ഇത് ഒരു ആൽക്കഹോൾ എഫക്ട് കഴിക്കുന്ന ഒരാളെ കാണിച്ചു തരാം. മനസ്സിലായോ? മനസ്സിലായി. അത് ഇറച്ചി കിട്ടാതായപ്പോഴല്ല, കോഴിക്കാലാന്ന് വിചാരിച്ച് കടിച്ചതാ, ബോധം കെട്ട്. അപ്പൊ നമ്മള് തീരുമാനിച്ചല്ലേ പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കാൻ. ഇതൊക്കെയാണ് പച്ചക്കറികൾ. ഗ്രീൻ വെജിറ്റബിൾ, സെലറി, ചൈനീസ് ക്യാബേജ്. കണ്ടാ പോരെ? മതി മതി. ചൈനീസ് ബ്രൊക്കോളൊക്കെ. How to identify real food from fake food. Rule number 1, eat food that eventually rots, because only food that has life can rot. If you place an apple on a counter, what will happen in a few days? It will rot, it will decay, it will turn black. But some anecdotal evidence has suggested that burgers, even if you keep them on the counter for a week,
nothing much changes. Why? Because only real food attracts microorganisms. Second golden rule, food that comes straight from the farm to your kitchen is real food. But food that goes to a factory in between, where it is highly, heavily processed, it is no longer food. Then it has become what? A product. You eat a potato, it's what? Food, real food. But that potato goes to a factory, heavily processed, turned into a potato chip. Now it's become a product for someone to make money. And the third golden rule, don't eat food that has TV commercials. Have you ever seen the ad for broccoli? What about papaya? No. Why? Because no industry profits by feeding you real food. And every industry in the world profits by feeding you fake packaged processed food that ultimately, bit by bit, destroys your body. നമ്മള് സാധാരണ മട്ടില് ഫാമിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. പൊട്ടറ്റോ നമ്മൾ നേരിട്ട് കഴിക്കുക. പൊട്ടറ്റോ ചിപ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുക. പക്ഷെ പൊട്ടറ്റോ ചിപ്സ് ആണെങ്കിൽ മാത്രമേ ഫാക്ടറിക്ക് ലാഭമുള്ളൂ, അല്ലേ? ഈ പൊട്ടറ്റോ നേരിട്ട് കഴിക്കാൻ ഒരു പരസ്യവും നമ്മൾ കാണിയല്ല. പപ്പായ നേരിട്ട് കഴിക്കാൻ നമ്മളൊരു പരസ്യവും കാണിയല്ല. ചക്കപ്പഴം നേരിട്ട് കഴിക്കാൻ നമ്മളൊരു പരസ്യവും കാണിയല്ല. പക്ഷെ ബൂസ്റ്റ് ഈസ് ദ എനർജി എന്ന് പറഞ്ഞിട്ടൊക്കെ പരസ്യം കാണൂലേ? അങ്ങനെയുള്ള പരസ്യം കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള ഫുഡുകൾ മതി. പക്ഷെ ഈ പരസ്യത്തിൽ കാണുന്ന ആളുകളൊന്നും ആ ഫുഡ് കഴിക്കുന്നവരായിരിക്കില്ല. അത് കുട്ടികൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരിട്ട് ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡുകളൊന്നും ആളുകൾ കഴിക്കാത്ത ഒരവസ്ഥയിലോട്ട് വന്നു. രണ്ടിന്റെയും ദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. എത്ര മനസ്സിലാക്കിയാലും വേണം, ഈ ടിവിയിൽ വലിയ വലിയ ആൾക്കാർ അവരുടെ ആരാധനാപാത്രങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതെ. അപ്പൊ അതുപോലെ ആകാനല്ലേ അവർ ജീവിക്കുന്നത്. അപ്പൊ അവര് കഴിക്കുന്നത് തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഫുഡിനും ജീവനുണ്ട്. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് അത് ഫംഗസ് പിടിക്കുന്നത്. അപ്പൊ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡിന് ജീവനില്ല, ഡെഡായി. ആ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ഫംഗസ് പിടിക്കാൻ തുടങ്ങും. അതേസമയം നമ്മൾ കടയിൽ നിന്ന് കൊണ്ടിരുന്ന പാക്കറ്റ് ഫുഡിന് ഫംഗസ് വരില്ല. അതെന്തുകൊണ്ടാണ്? അതിൽ അങ്ങനെയുള്ള മരുന്നുകൾ തടിച്ചിട്ടുണ്ട്, അത്രയും കെമിക്കൽസ് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ കെമിക്കൽസ് അകത്ത് ചെന്നാൽ നമ്മുടെ ഉള്ളില് നമുക്ക് കുടലിലുള്ള ആവശ്യത്തിനുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകൂലേ? പോവില്ലേ? പോകും. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആകെ പ്രശ്നമാവും. ഇത് കോളൻ ക്യാൻസറും റെക്ടൽ ക്യാൻസറും ഞാനൊന്ന് താരതമ്യം ചെയ്തതാണ്. കോളൻ ക്യാൻസർ ഈക്വലി കോമൺ ഇൻ ബോത്ത് ജെൻഡേഴ്സ്. റേഡിയേഷൻ നോട്ട് കോമൺലി യൂസ്ഡ്. കോളൻ ക്യാൻസറിന് റേഡിയേഷൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഈസിയർ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കൂടുതൽ ചെയ്യുക. മറ്റേ റെക്ടൽ ക്യാൻസർ മോർ കോമൺ ഇൻ മെൻ. മെറ്റാസ്റ്റാസിസ് മോർ ഈസിലി എന്ന് പറഞ്ഞാൽ ചിലപ്പം റിമൂവ് ചെയ്താലും വീണ്ടും ഉണ്ടാവും, ഇല്ലേ? മോർ ഡിഫിക്കൽട്ട് ടു ക്യൂർ. വളരെ ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ക്യൂർ ആകാൻ. പിന്നെ ഇത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ഉണ്ടാവുന്നതിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ജനറ്റിക് മേക്കപ്പ്, നമ്മുടെ DNA മ്യൂട്ടേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ ബാക്ടീരിയകൾ ആണ് നമ്മളെ അതിലൊക്കെ സഹായിക്കേണ്ടത്. ആ ബാക്ടീരിയകളെ നമ്മൾ നേരെ നിൽക്കാൻ വിടുന്നില്ല. ഇത് സിംറ്റംസ് ഓഫ് കോളൻ ക്യാൻസർ ഞാനൊന്ന് റിവൈസ് ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോ ഒന്ന് കാണിക്കാം. നിങ്ങൾ വാങ്ങിയ തണ്ണിമത്തനിൽ ആർട്ടിഫിഷ്യൽ കളർ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായി ഈ 2 സിമ്പിൾ ടെസ്റ്റ് ചെയ്തു നോക്കിയാൽ മതി. തണ്ണിമത്തന് ചുവപ്പ് നിറം ലഭിക്കുവാനായി വളരെ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ കളറാണ് റെഡ് നമ്പർ 3 അഥവാ എറിത്രോസിൻ. ഇത് കഴിക്കുന്നത് മൂലം ഓക്കാനം, ഛർദി, വയറിളക്കം, വായ്പുണ്ണ് തുടങ്ങി തൈറോയ്ഡ് രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാം.
നിങ്ങൾ വാങ്ങിയ തണ്ണിമത്തനിൽ എറിത്രോസിൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI നിഷ്കർഷിച്ച ഈ 2 ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്പർ 1, കോട്ടൺ ബോൾ ടെസ്റ്റ്. തണ്ണിമത്തൻ മുറിച്ചതിന് ശേഷം ഒരു കോട്ടൺ ബോൾ അഥവാ പഞ്ഞിയെടുത്ത് തണ്ണിമത്തനിന്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് നോക്കുക. കോട്ടൺ ബോളിന്റെ കളർ മാറി ചുവപ്പ് കളർ ആവുകയാണെങ്കിൽ അതിൽ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. നമ്പർ 2, വാട്ടർ ഇൻവേഷൻ ടെസ്റ്റ്. ഒരു കഷ്ണം തണ്ണിമത്തൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. വെള്ളത്തിന്റെ കളർ മാറി ചുവപ്പ് ആവുകയാണെങ്കിൽ അതിൽ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ഹെൽത്ത് ടിപ്സിനായി എന്റെ ഈ പേജ് ഫോളോ ചെയ്യുക. ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ചാർജസ് ഇൻ ബോർഡ് ഹാബിറ്റ്സ്, ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ, അൺഎക്സ്പെക്ടഡ് വെയിറ്റ് ലോസ്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, അത് നേരത്തെ ഉള്ളതെല്ലാം കൂടെ ഒന്നും കൂടെ കാണിച്ചെന്നേ. ഫീലിംഗ് ദാറ്റ് ദ ബോവൽ വൺസ് നോട്ട് എംപ്റ്റി. അപ്പൊ ഈ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചിട്ട് ഷെയറിങ് നിർത്താം. Who is your life partner? Your wife or husband? Your mom? Your dad? Your son? Your daughter? Or your friends? None, my dear friends. No one is your life partner. Not at all. Your real life partner is your body. Once your body stops responding, no one is with you. You and your body stay together from birth to till death. What you do to your body is your responsibility, and that will come back to you. The more you care for your body, the more your body will take care of you. What you eat, what you do for being fit, how you deal with your stress, how much rest you give to your body will decide how your body is gonna respond to you. Remember, my dear friends, your body is the only permanent address where you live. Your body is your asset. Your body is your liability, which no one else can share. Your body is your own responsibility, my dear friends, because you are the real life partner. Be fit forever. Take care of yourself. Money comes and goes. Relatives, friends are not permanent, my dear friends. Remember, no one can help you with your body other than you. Pranayam, do pranayam for lungs, meditation for mind, yogasanas for body, walking for heart, good food for stomach, good thoughts for the soul, and good karma for the world. Take care of your body. Your body will definitely take care of you. താങ്ക് യു. ഞാൻ ഇത് വീഡിയോ ഇത് ഷെയറിങ് നിർത്തിയിട്ട് സംസാരിക്കാം. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇത്രയും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ശരീരത്തിന് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാത്ത ഒരവസ്ഥ, അതൊന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ അമ്മയുടെ വയറ്റിൽ എംബ്രിയോളജി സമയത്ത് തലച്ചോറിൻ്റെയും ഗട്ടിൻ്റെയും കോശങ്ങൾ ഒരു സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് ഗട്ട്. നമുക്ക് എന്ത് പ്രോബ്ലം വരുമ്പോഴും ആദ്യം നമ്മൾക്ക് ഫീൽ ചെയ്യുക ഗട്ടിലാണ്. ശരിയല്ലേ? അത്രയും പ്രധാനപ്പെട്ടതാണ് ഗട്ട്. ഇപ്പം കോളൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വൻകുടൽ മൊത്തം മുറിച്ച് കളഞ്ഞിട്ട് ചെറുകുടലിനെ പിറക്കി വൻകുടലിന്റെ സ്ഥാനത്തോട്ട് വെച്ചൊക്കെ ഒപ്പിച്ചൊക്കെ ജീവിച്ചു പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് നിലവിലുള്ള നല്ലത് നമ്മൾ കളഞ്ഞേച്ച് നമുക്ക് വലിയ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗട്ടിന്റെ ആരോഗ്യം കുറയുമ്പോഴാണ് നമുക്ക് ബി കോംപ്ലക്സ് കുറയുന്നത്. ബി കോംപ്ലക്സ് ബാക്ടീരിയകൾ ഗട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഗട്ടിൻ്റെ അകത്തുള്ള ബാക്ടീരിയകൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരുപാട് തരം ബാക്ടീരിയകളുണ്ട്. ആ കൊടുക്കുന്ന ഫുഡിനനുസരിച്ചാണ് അവരുടെ ആരോഗ്യം ഉണ്ടാവുക. അപ്പം നമ്മുടെ ആ ബാക്ടീരിയകളുടെ പലതരം ബാക്ടീരിയ ഉണ്ട്. അതിനൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. അതുപോലെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. നമ്മളിനി എന്തെങ്കിലും ഫുഡ്, നമുക്കിപ്പോൾ നമ്മൾ മനുഷ്യരാണ്, എവിടുന്നെങ്കിലും കുറച്ച്
വല്ല കല്യാണത്തിനൊക്കെ പോയി നമ്മൾ കഴിച്ച ഫുഡിൽ എത്ര എണ്ണ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം കുറെ വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക. അതാണ് പിറ്റേ ദിവസമൊക്കെ നമ്മൾ സാധാരണ ചെയ്യൂലേ, കുറച്ച് ഫുഡ് കുറയ്ക്കില്ലേ, അങ്ങനെയൊക്കെ. അല്ലാതെ എല്ലാ ദിവസവും ഒരേപോലെ ഇറച്ചിയും മീനും തന്നെ കഴിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഫുഡ് ഈസ് എ മെഡിസിൻ. നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ നമ്മൾ വയറ് നിറഞ്ഞിരിക്കുമ്പം ഒരു വീട്ടിലേക്ക് അബദ്ധവശാല് കയറി ചെന്നാൽ ഉടനെ അവർ കണ്ടമാനം ഫുഡ് കഴിക്കാൻ നമ്മളെ നിർബന്ധിക്കും. നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും, അവരെ മാനിച്ചില്ല എന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണാറ്. പക്ഷെ ഞാൻ അത്ര ഭയങ്കരമായിട്ട് എനിക്ക് നിർബന്ധിക്കാൻ മടിയാ ഫുഡ് കഴിക്കാൻ ആൾക്കാരോട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളുള്ളതുകൊണ്ട് ഒത്തിരി അങ്ങ് നിർബന്ധിക്കാൻ മടി വരും. അതുപോലെ പിന്നെ സ്ത്രീകളുടെ ചെറുകുടലിന് 30 സെന്റിമീറ്റർ നീളം കൂടുതലുണ്ട് പുരുഷന്മാരുടെയൊക്കെയായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കൂടുതൽ ന്യൂട്രീഷ്യസും ഒക്കെ ആയിട്ട് പ്രഗ്നൻസി പീരീഡിലും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും പിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ്, അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ ശരിക്കും എൻ്റെ മദറിലോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ വല്ല കാട്ടിൽ നിന്നും വന്നതാണോ, നിനക്ക് കാടും പള്ളയൊക്കെ ആണല്ലോ ഇഷ്ടം. ഇതൊക്കെ നേരെ പറമ്പിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊന്ന് എടുത്ത് കറി വെക്കണം എന്ന്. പക്ഷെ കറി വെക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ മുരിങ്ങയില, പപ്പായ, പിന്നെ ചീര, വാഴപ്പിണ്ടി, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അവർ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പം ഇവിടെ എല്ലാ സാധനവും അങ്ങനത്തെ എന്നോട് ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ മരുമോള് വന്നപ്പം പാലായിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ ഇടിച്ചൊക്കെ പറിച്ച് കറി വെച്ചു. കറിയല്ല, ഉപ്പേരി വെച്ചു, തോരൻ എന്ന് പറയും. അപ്പൊ ഉടനെ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ചകിണി തിന്നുന്നവരാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാനത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേച്ച് അങ്ങോട്ട് മാറിയേച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ അകത്തിരുന്ന ചകിണിയൊക്കെ എന്നാ ചെയ്തെന്ന് ചോദിച്ചത്. അത് മുഴുവൻ അവള് തിന്നു. ഉള്ളിലൊരു ഗമയാണ് ഇത്. അങ്ങനെ എന്തോ ഒരു പ്രശ്നം നമുക്ക് വന്നു പോയിട്ടുണ്ട്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ അനുകരിക്കുക. അവിടെ പോർക്കൊക്കെ മുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പിന്നെ ഒരു ഭക്ഷണമാണ് നമ്മളെ വെയിറ്റ് ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമുക്കിപ്പോഴും പിന്നെ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സ്വഭാവമാണ്. സായിപ്പിനോടൊരു ആരാധനയാണ് എവിടെ നോക്കിയാലും കാണുന്നത്. ഏത് ഫീൽഡിൽ നോക്കിയാലും അങ്ങനെ കാണുന്നുണ്ട്. അപ്പം താങ്ക് യു വെരി മച്ച് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വേണ്ട ഫുഡ് നമ്മുടെ ഒരു ഗ്രോ ബാഗിലാണേലും ഒരു കുറച്ച്, നേരത്തെ ശ്രീകുമാരി മാം പറയുന്നുണ്ടായിരുന്നു, അവിടെ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ തക്കാളി പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിച്ചു ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കിട്ടുന്ന സൗകര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളെങ്കിലും, എന്നാൽ അത്രയും നമുക്ക് വാങ്ങണ്ടല്ലോ. സാധനങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം. പക്ഷെ നമുക്കൊക്കെ ഇവിടെ പറമ്പുണ്ട്, നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പഴമൊക്കെ പൈസ കൊടുത്ത് മേടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ കുരങ്ങും, താഴെ കാട്ടുപന്നി. അപ്പൊ വാഴയൊന്നും തരികയില്ല. ഒരു ഇല മുറിക്കാൻ പോലും നിവർത്തിയില്ല. ഒരു ചോറ് പൊതിഞ്ഞു കെട്ടാൻ ഇല പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. അപ്പം നമ്മുടെ സർക്കാരാണേലും ഒന്നും കൂടി ആഞ്ഞ് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിയെ കൊല്ലാം, ആടിനെ കൊല്ലാം, പശുവിനെ കൊല്ലാം, പക്ഷെ പട്ടിയെ കൊല്ലാൻ പറ്റിയില്ല. ഈ കാട്ടുപന്നിയൊക്കെ ഒരു 6 മാസത്തേക്കൊക്കെ പിടിക്കാനുള്ള ഒരു അനുവാദം കൊടുത്താൽ മനുഷ്യർക്ക് കൃഷി ചെയ്യാമായിരുന്നു. ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. എണ്ണം കൂടിയെന്ന് കാണുമ്പോൾ അത് നായാട്ടിനുള്ള അനുവാദം കൊടുക്കും കുറച്ച് നാളത്തേക്ക്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ശുദ്ധജലമില്ല, ശുദ്ധമായ ഫുഡില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. താങ്ക് യു വെരി മച്ച്. നമ്മൾ വിചാരിച്ചാൽ നമുക്കുള്ള സ്ഥലത്ത് ടെറസിലൊക്കെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യാല്ലേ മാഡം? അതെ അതെ, ഒരു തക്കാളിയൊക്കെ ഉണ്ടാക്കി, തക്കാളിയും പിന്നെ ഒരു വഴുതനയും അങ്ങനെയൊക്കെ ഉണ്ടായി നടാൻ തുടങ്ങുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. മണ്ണിന്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി പോയല്ലോ. അതെ അതെ. താങ്ക് യു മാം. സാറ് ഇല്ലെന്ന് തോന്നുന്നു, സാറിന് പ്രയർ ഉണ്ടെന്ന് തോന്നുന്നു. ഉഷാ മാം പോയോ? സാറ്
സാറുണ്ടല്ലോ. സാറ് ബിസി ആയിരിക്കും അല്ലേ? ബിസി ആയിരിക്കും, പ്രേയർ ഉണ്ടാവും. ഓക്കെ ഓക്കെ. എന്തായാലും ടീച്ചർ ഇന്ന് വലിയൊരു അവബോധമാണ്, ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയൊരു അവബോധമാണ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയത്. വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ടീച്ചർ പറയുണ്ടായി. കുടലിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ക്യാൻസറിനോടനുബന്ധിച്ചുള്ള അതിന്റെ റീസൺസ്, പിന്നെ നമുക്കതിന് എങ്ങനെ അതിന് പ്രിക്കോഷൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും, പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം അബ്സോർബ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ഈ ശാരീരിക ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ടീച്ചറെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇതിന്റെ ഒരു കമന്റ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് റോയ് സാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റോയ് സാറാണ് ഇപ്പോഴത്തെ ഈ പ്ലാറ്റ്ഫോമിലെ ഒരു സ്റ്റാർ ആയിട്ടുള്ളത്. അപ്പം സാറിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാറ് പ്ലീസ് സർ. ഏതായാലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന വ്യത്യാസങ്ങളും രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നതിന് ഒത്തിരി സഹായകമായ ഒരു ക്ലാസ് ആയിരുന്നു ഓവന മാഡത്തിൻ്റെ. ഞാൻ ഈ പറഞ്ഞ പോലെ റെക്ടൽ ക്യാൻസറിന് വിധേയനായ ഒരാളാണ്. അതിന് സർജറിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതും കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും എന്നിൽ ബാധകമല്ലായിരുന്നു. ഒരു കാര്യം മാത്രം ഞാൻ മാഡം പറഞ്ഞതിനകത്തുണ്ട്, ഏജ് ഓവർ 25. ബാക്കി എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലായിരുന്നു. അവിടെ ഡോക്ടർ ചോദിച്ചിരുന്നു ഇന്ന കാര്യങ്ങൾ, അതൊന്നും അല്ലായിരുന്നു. അപ്പോൾ എക്സ്പാക്ട് ഇതൊക്കെ അങ്ങനെ ആകാം, ഇതിനുള്ള സഹായകമാകാം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യും. പിന്നെ ഈ ഗട്ടിൻ്റെ ആരോഗ്യം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും രുചിയും എല്ലാം പുറകെ പോകുമ്പോൾ ഈ കാര്യങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. മാത്രമല്ല അതിപ്പോൾ വരുമ്പോൾ അങ്ങ് വരട്ടെ, ഭക്ഷണത്തിൻ്റെ സുഖവും മറ്റതും മാത്രം ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അഥവാ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്ന നാച്ചുറൽ ഫുഡുകളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് ഏതോ പിശുക്കിൻ്റെ ഭാഗമാണെന്നൊക്കെ ആൾക്കാർ ധരിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും മാഡത്തിൻ്റെ ഈ ഇതുപോലുള്ള ക്ലാസ്സുകൾ കൊണ്ട് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഇത് അഡോപ്റ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ് ഇന്നത്തെ തലമുറയിൽ കാണുന്നത്. നമ്മൾ 1-2 ദിവസമൊക്കെ പറഞ്ഞാൽ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ അത് കേട്ടിരിക്കാം. പക്ഷേ അത് ഫോളോ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഉള്ള ഡ്രിങ്ക്സും മറ്റതും ഒക്കെ കൊമേഴ്ഷ്യലായിട്ട് ഒത്തിരി ഈ നിയന്ത്രണമില്ലാതെ വരുന്നുണ്ട്. കുട്ടികളെല്ലാം അതിന് വളരെയധികം താല്പര്യമാണ്. ഈ അഡ്വർടൈസ്മെൻറ്റുകളും ഒക്കെ ബൂസ്റ്റ്, അതുപോലെ തന്നെ മറ്റു ഡ്രിങ്ക്സ്, ഇതെല്ലാം പുറത്തു നിന്ന് കഴിക്കുന്നിടത്തോളം സന്തോഷവും സൗകര്യവും എടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ മേടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതിന്. അതിൽ എല്ലാവരും മാതാപിതാക്കളായാലും ഒക്കെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ഇതായിട്ട് കാണുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ബേക്കറികളിലും മറ്റേലും ഒക്കെ പിള്ളേർ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ വരുമ്പോൾ പിള്ളേർ മാത്രമല്ല മദേഴ്സും ഒക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അല്ലാണ്ട് വീട്ടിലുണ്ടാക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു വലിയ സ്റ്റൈലായിട്ടാണ് കാണുന്നത്. അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്നതൊക്കെ പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും വല്ലപ്പോഴൊക്കെ നല്ല കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ടെന്നുള്ള കവിഞ്ഞല്ലാണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇതെങ്ങനെ മറ്റുള്ളവർ ഇതിനു വേണ്ടി തയ്യാറാക്കാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊന്നും കേട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. രീതിയിലാണ് പോകുന്നത്. ഏതായാലും വളരെ റിയലായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതുവഴി ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിൽ മാഡം പ്രസൻറ്റ് ചെയ്തു. അത് പ്രത്യേകിച്ചും ഇപ്പോഴിന്നാൾ തന്നെ കണ്ടു ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിലാണ്
ഈ ക്യാൻസർ RCS എന്നുള്ള ഒരു ഇത് കണ്ടു. ഈ പറയുന്ന കോളൻ ക്യാൻസറുകളും ഒക്കെ പഴയതിൽ നിന്ന് ഒത്തിരി കൂടുതലായി കാണുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഏതായാലും നമ്മുടെ ഈ വേദിയിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് മാത്രം നമുക്കിതിനെ കാണാം. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. സാറിന്റെ ഒരു വിലയേറിയ ഫീഡ്ബാക്ക്, അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് റോയ് സാറ് നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് നമ്മളോട് പങ്കുവച്ചത്. അത് വളരെയധികം നമുക്കറിയില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അതിന്റെ ഫാക്ടേഴ്സ് സാറ് വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. ഇങ്ങനെ ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെ ഒരു ഫാക്ടർ ആണെന്ന് മാത്രമാണ്. എന്തിനും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കാം, എന്നാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണെന്നും കൂടിയാണ് റോയ് സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സാറിന്റെ വിലയേറിയ ഫീഡ്ബാക്കിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു സർ. നമുക്ക് മിനു തോമസ്, മിനു മാം പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യോ എക്സ്പീരിയൻസ് ഒക്കെ? മിനു മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? മാം സോറി മാം, ആക്ച്വലി ഇടയ്ക്ക് ഞാൻ എക്സിറ്റ് ആയി പോയായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല, ഒരു കോള് വന്നത് കാരണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സബ്ജക്ട് കൊളോൺ ക്യാൻസറിന്റെ അല്ലേ? കൊളോൺ ക്യാൻസർ എന്ന ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതിന്റെ ഒരു മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈബർ ഇല്ലാത്ത ഫുഡ് കഴിച്ച് നമ്മള് യുനോ ഒരു ഗട്ട് ബാക്ടീരിയ എന്ന് പറയും, അതുമില്ല, കോൺസ്റ്റിപ്പേഷൻ വരുന്നു. അങ്ങനെ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. ദെൻ ഗട്ട് എന്ന് പറയുന്ന ഇറ്റ് ഈസ് ദ സെക്കൻഡ് ബ്രെയിൻ. ഓക്കെ, അപ്പം ഗട്ട് ഷുഡ് ബി ഹെൽത്തി, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യും, നമുക്ക് ദേഷ്യം വരും, അങ്ങനെ പല പ്രശ്നങ്ങൾ സൈക്കോളജിക്കൽ, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ദെൻ ഗട്ട് ഹാസ് ടു ബി, അക്കോർഡിംഗ് ടു ആയുർവേദ, ഗട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എല്ലാ രോഗങ്ങളുടെയും ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് ഗട്ട് ശരിയല്ലാത്തതാണ്. So you have to consume lot of probiotics, prebiotics and antibiotics-ന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ആന്റിബയോട്ടിക്സ് കഴിക്കുക. അല്ലെങ്കിൽ these antibiotics are killing the good bacteria in the stomach. Okay, അപ്പൊ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുക. സോർക്രോട്ട്സ് ഈ ഹോട്ടലിലൊക്കെ നമ്മൾ പോകുമ്പം ഒരു ക്യാബേജ് സോർക്രോട്ട് ഒക്കെ തരുമല്ലോ, ദാറ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ പ്രോബയോട്ടിക് കേർഡ് ഉണ്ട്. അപ്പം കമേഴ്ഷ്യലി പ്രിപ്പയർഡ് കേർഡ് അപ്പൊ അതൊക്കെ കൺസ്യൂം ചെയ്യുക. പിന്നെ ദലിയാസ്, ബ്രോക്കൺ വീറ്റ് കൊണ്ടുള്ള ഉപ്പുമാവ്, that is a prebiotic on which the probiotic bacteria grows. Okay, അപ്പൊ അങ്ങനെ വാഴത്തണ്ട് പൊരിയല്, അങ്ങനെയൊക്കെ നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും പിന്നെ ലൈക്ക് ഫോർ മെൻ ഇറ്റ് ഈസ് സ്മോക്കിംഗ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യു ഹാവ് ടു ക്വിറ്റ് സ്മോക്കിംഗ്. ഈവൻ ആൽക്കഹോൾ ആണെങ്കിലും വൺസ് ഇൻ എ വൈൽ ഒരു ഡ്രിങ്ക് എടുത്താൽ, ഞാൻ പ്രൊമോട്ട് ചെയ്യുവല്ല, ഇറ്റ് ഈസ് നോട്ട് സോ ഹാർംഫുൾ, ബട്ട് വെൻ യു കൺസ്യൂം, വെൻ യു ഹാവ് do smoking, that is very dangerous for the health, so അപ്പൊ അങ്ങനെയുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് കൊടുക്കുകയും ജങ്ക് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മൈദ പ്രൊഡക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുകയും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും നല്ലോണം വെള്ളം കുടിക്കുകയും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയും ചെയ്ത് ഒരു റുട്ടീൻ, അതായത് ഒരു ഡയറ്റ് ചാർട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് ഹൗ മച്ച് വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ് ആൻഡ് ഹൗ മച്ച് ടു ഈറ്റ്, ദാറ്റ് ഇസ് എ ബേസിക് പ്രിൻസിപ്പിൾ. സോ അങ്ങനെ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ പരമാവധി കുറയ്ക്കാം. ഐ എം എ ഡയറ്റീഷ്യൻ. ഞാൻ whenever I consult my Malayali patients,
ഞാൻ കണ്ടിരിക്കുന്ന കാര്യങ്ങള് ഒത്തിരി റോങ് ഫുഡ് ദേ ആർ ഹാവിങ് യുനോ. സോ ഈ സാലഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ അവർ അധികം കഴിക്കലില്ല. അപ്പൊ അതൊക്കെ യുനോ വെൻ യു ഒരു കുറച്ചൊരു നമ്മള് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈവൻ ഇൻക്ലൂഡിങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് യുനോ ഉള്ള ഒരു പ്രോസസ്. ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. അത് ന്യൂക്ലിയസിന്റെ ഒരു ഇത് കൊണ്ട് വരുന്നത്, DNA ഒരു കാരണം കൊണ്ട് വരുന്നത് തന്നെയാണ്. പക്ഷെ കുർക്കുമിൻ എന്ന് പറയുന്നത് ഇത് ടെർമറിക് ഉണ്ട്. അപ്പൊ ടെർമറിക് ഒരു ചെറിയ ടീസ്പൂണ് പാലിനകത്ത്, ചൂട് പാലിനകത്തിൽ രാത്രി കഴിച്ചാൽ തന്നെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയും. ഹാവ് എ ലോട്ട് ഓഫ് ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് ക്യാൻസറിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ്, ഒരു അവയർനെസ് ഫോർ ദ കേരള മലയാളി പീപ്പിൾ യു ഹാവ് ടു ഗിവ്. കാരണം ഞാൻ മെയിൻ കണ്ടിരിക്കുന്ന, ഈവൻ ഞാൻ ഈ സ്റ്റോളിൽ ഇടുമ്പം ഫുഡ് വിൽക്കുന്നിടത്ത് ഭയങ്കര റഷാ. നമ്മൾ ഡയറ്റീഷ്യനായിട്ട് നമ്മൾ സ്റ്റോളിൽ ഇരിക്കുമ്പോ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല വരാന്. ഫുഡ് എവിടെ കാണുന്നോ മലയാളികൾ അവിടെ ക്യൂ ആണ്. എന്നാൽ ഒരു ഡയറ്റില് see so many things, even high blood pressure we can control. ഞാൻ എത്രയോ പേരുടെ പ്രഷർ 3 ഗുളികയൊക്കെ കഴിച്ച ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, കോൺസെൻട്രിക് അങ്ങനെയുള്ള പേഷ്യൻസിന്റെ വെയിറ്റ് കുറച്ച് വിത്ത് ദ ഡയറ്റ് ആ എമൗണ്ട് ഓഫ് ടാബ്ലറ്റ്സ് ലൈക്ക് 3 2 ആക്കി, 2 1 ആക്കി. ആ എമൗണ്ട് കുറയ്ക്കുമ്പോ തന്നെ so much of impact on their health. അല്ലെങ്കിൽ എന്താ what happens, high blood pressure, hemorrhagic brain hemorrhage ആവും, പിന്നെ അല്ലെങ്കിൽ പാരലിസിസ്, സ്ട്രോക്ക് വരും. പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം? പക്ഷെ ഈ ജനതയ്ക്ക് മനസ്സിലാക്കുന്ന they don't want to spend on diet, they don't want to spend on nutritionist or dietitian. അതൊരു വേസ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന അത് ശുദ്ധ മണ്ടത്തരാണ്. Let me tell you, they spend so much on the dress, so much they spend on the medicine. ആ മെഡിസിന് കൊടുക്കുന്ന പൈസ കൊടുത്താൽ മതി ഇവിടെ. small things, it have so much of great impact on your health. അപ്പം ഒരു സോറി, കുറെ കൂടുതൽ പറഞ്ഞു പോയി. പറഞ്ഞാട്ടെ മാഡം. പ്ലീസ് കണ്ടിന്യൂ. അത്രയും ഞാൻ അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, റാഗി, അതായത് പഞ്ഞിപ്പുല്ല്. പണ്ടത്തെ കാലത്ത് ഒരു സ്റ്റേപ്പിൾ ഡയറ്റ് ആയിരുന്നു നമ്മുടെ. അന്ന് പഞ്ഞമായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് പഞ്ഞപ്പുല്ലെന്ന് പേര് വന്നത് തന്നെ. അതില് എത്രയോ ന്യൂട്രിയൻസ് ഉണ്ട്, ചെറിയ വിലക്ക് കിട്ടുന്ന സംഭവമാണ്. അതൊരു ഓരോ നമുക്ക് ഫുഡിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ചീര, അങ്ങനെ വാഴക്കൂമ്പ്, വാഴത്തണ്ട്, ഇതൊക്കെ നല്ലോണം ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഇറച്ചി കഴിക്കാം, പക്ഷെ റെഡ് മീറ്റ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുക, ഒരു കൊതിക്ക് കഴിക്കുക എന്നല്ലാതെ കണ്ടമാനം കഴിക്കരുത്. മീൻ നമുക്ക് കഴിക്കാം, ചെറിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ അങ്ങനെ ഓരോ ഫോർ ഈച്ച് ഡിസീസ്, ഡയബറ്റിക്കിന്റെ ഡയറ്റ് ഇറ്റ് ഇസ് ഡിഫറെന്റ്, ഹൈപ്പർ ടെൻഷൻ്റെ ഡിഫറെന്റ്. അപ്പൊ PCOD, so many PCOD പേഷ്യൻസ് ട്രീറ്റഡ്, അവരുടെ സ്റ്റെറിലിറ്റിയിലോട്ട് പോകുന്ന ഒരു സംഭവം മാറ്റി നാച്ചുറലായിട്ട് എത്രയോ പെൺകുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട് എന്റെ ട്രീറ്റ്മെന്റില്. ജസ്റ്റ് ഗിവ് അവയർനെസ് ആൻഡ് അവർക്ക് പ്ലാൻ കൊടുത്തിട്ട് അവരെ മോണിറ്റർ ചെയ്യും. ഒരു 2 മാസം മോണിറ്റർ ചെയ്യുമ്പോൾ പിന്നെ ആ റുട്ടീനിൽ അവരങ്ങ് ഒഴുകിപ്പോകും. വെറുതെ അല്ലെങ്കിൽ ഇങ്ങനെ PCOD വന്ന് തടി വെച്ച് when they get married, പിന്നെ they will go to IVF clinic. എന്തിനാ? പിള്ളേരുണ്ടാവുന്നില്ല. ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന അസുഖങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ മെഡിസിന് സ്പെൻഡ് ചെയ്യുന്നതിന് വരും. വൈ ഡോണ്ട് യു സ്പെൻഡ് ഓൺ ലിറ്റിൽ മണി ഓൺ ദ ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷനിസ്റ്റ്? ദേ വിൽ ഹെൽപ്പ് യു. ഇറ്റ് ഈസ് നോട്ട് എ ലോസ് ഫോർ യു. ഒരു ഡ്രസ് എടുക്കുന്ന രൂപയേ ഉള്ളൂ.
അതാണ് മെയിൻ തിങ്, ദറ്റ് അവയർനെസ്. സി, നോളജ് ഇസ് പവർ. ഓക്കെ, റിമെമ്പർ ദാറ്റ്. പണ്ടത്തെ കാലത്ത് എന്താ, കൂട്ടുകുടുംബമായിരുന്നു. പാരമ്പര്യമായിട്ട് അവർക്ക് ദേ ഹാഡ് അവയർനെസ് ഓൺ ദ ഫുഡ് വാട്ട് ദേ ആർ ടേക്കിംഗ്, കൺസ്യൂമിങ്. ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ കുടുംബമാ. എന്താ ചെയ്യുന്ന അമ്മമാര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് പത്തറ്റിക് ടു സീ അമ്മമാര് എന്താ ഒരു ചിപ്സിന്റെ പാക്കറ്റ് എടുത്ത് കൊടുക്കുക കൊച്ചു പെൺപിള്ളേർക്ക്. അവരത് തിന്നോണ്ട് വാട്ട് ന്യൂട്രീഷൻ ദേ ആർ ഗെറ്റിംഗ്, ടെൽ മീ. ഫൈനലി ദാറ്റ് സ്മോൾ ബേബി വെൻ ദേ ഗെറ്റ് പ്യൂബർട്ടി വരുമ്പോ അവർക്ക് PCOD വരുന്നു. വൈ? ബിക്കോസ് ഓഫ് ദ ഈറ്റിംഗ് ഹാബിറ്റ്. കാരണം വി വിമൻ ആർ ബിക്കമിങ് സോ ലേസി. എന്നാൽ അവർക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വടയോ അല്ലെ എന്തെങ്കിലും പണ്ടത്തെ കാലത്ത് അമ്മമാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അല്ല അങ്ങനത്തെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ ഉള്ള ക്ഷമയില്ല. കുക്കിംഗ് വെരി ഈസി വേ യു ക്യാൻ കുക്ക്. അതിന് അധികം ടൈം എടുത്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. യു ക്യാൻ ബാലൻസ് ബോത്ത്. പക്ഷെ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കയ്യിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാ. അമ്മമാർ ഓരോ പാക്കറ്റ് കുർക്കുറെ അവരുടെ കഴിഞ്ഞു, അവരുടെ പണി കഴിഞ്ഞു. കാരണം പിള്ളേരുടെ വിശപ്പടങ്ങി. ബട്ട് വാട്ട് ദേ ആർ ഗെറ്റിംഗ്, വാട്ട് ന്യൂട്രീഷൻ ദേ ആർ ഗെറ്റിംഗ്, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. കുർക്കറയും മൊബൈലുമാണ് പ്രധാന ഭക്ഷണം അല്ലേ? സർ, അതിന് അമ്മമാർക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെന്നുള്ളതാണ്. മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നൊന്നും ഒരു വിചാരവും ഇല്ലെന്നുള്ളതാണ്. അവർക്ക് മൊബൈൽ കാണണം, അത് TV കാണണം, സ്റ്റൈൽ കളിച്ച് നടക്കണം. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ ശരീരം മുലപ്പാല് മുതലേ എന്തൊക്കെ ഈവൻ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന അമ്മമാരുടെ മുലപ്പാലിന്റെ സ്റ്റാൻഡേർഡ് എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ? സി, വാട്ട് എവർ യു ഈറ്റ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ മിൽക്ക്. അതാണ് ബേസിക്കായിട്ട് അവനോൻ തന്നെ വിചാരിക്കണം. സി, നമ്മൾ ഡയറ്റീഷ്യൻസ് പോയി പറയുമ്പം അവർക്കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഒരു മനസ്സ് വേണം. അല്ലെങ്കിൽ വി വിൽ ബി ദ ഒരു കോമാളിയെ പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി ആർ ഗിവിങ് ലെക്ചർ ഫോർ ദം. അവരുടെ നന്മയ്ക്കാണ്, അവരുടെ ഫ്യൂച്ചർ ജനറേഷന്റെ നന്മയ്ക്കാണെന്നുള്ള ഒരു ബോധം അവർക്ക് വേണം. അവരത് സീരിയസ് ആയിട്ട് എടുക്കണം. ഡെഫിനറ്റ്ലി. അതുപോലെ എക്സസൈസും അതുപോലെ പിള്ളേര് ഓടിക്കളിക്കട്ടെ, സൺലൈറ്റിൽ പോട്ടെ. അല്ലാതെ അകത്തിങ്ങനെ AC പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ദേ ഡെഫിഷ്യന്റ് ഇൻ വൈറ്റമിൻ D. അവരുടെ എല്ലുകളുടെ ശക്തി കുറയുന്നു. പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നോ? അല്ല. ഈവൻ സാറ്റർഡേ സൺഡേ വെൻ യു ആർ പിള്ളേരെ വെളിയിൽ ഇറക്കി വിടുക, അവരെ സൺലൈറ്റിൽ പോയി നല്ല കളിച്ച് ദേ നീഡ് എക്സസൈസ്. അല്ല, അടുത്ത തലമുറയുടെ ഒരു ഒബിസിറ്റി അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. യെസ് മാം, യെസ് മാം, കറക്റ്റ് ആണ് മാം പറഞ്ഞത്. വളരെയധികം കറക്റ്റ് ആണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാം ഇതിന്റെ ഒരു ആരോഗ്യത്തെ കുറിച്ച് വളരെയധികം നമുക്ക് വ്യാപകമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തേണ്ടതിന്റെയും അതുപോലെ തന്നെ അത് നേടേണ്ടതിന്റെയും ആവശ്യകതയെ കുറിച്ചാണ് മാം പറഞ്ഞത്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന കുട്ടികളില് എത്രത്തോളം ഈ ഒരു ജങ്ക് ഫുഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യകരമായിട്ടുള്ള അവരെ എത്രത്തോളം ബാധിക്കുന്നു എന്ന കാര്യമാണ് മാം ഇപ്പോ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും മിനു മാമിന് നന്ദി പറയുന്നു. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും മിനു മാമിന്റെ ഒരു ക്ലാസ്സും നമുക്ക് വേണ്ടതാണ്. ഞാന് കുറച്ച് ഇമോഷണൽ ആയി. കാരണം കൊച്ചു കുഞ്ഞുങ്ങളില്ലേ മാം, അവരിങ്ങനെ ഇന്നസെന്റ് ആയിട്ടുള്ള പിള്ളേർ ഇങ്ങനെ നശിക്കുന്ന കാണുമ്പോ ശരിക്കും ഞാൻ ചിലപ്പോ കരഞ്ഞു പോയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവുന്ന ഒരു വലിയ സമ്പത്ത് ആരോഗ്യമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ. അതിന് എന്തെല്ലാം പ്രകൃതിയിലെല്ലാം ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു കാഴ്ചപ്പാടാണ്. അവർ എത്രമാത്രം തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് അതെ തീർച്ചയായിട്ടും. നമുക്ക് ജോഷി സാർ വന്നിട്ടുണ്ട്, അമർജ്യോതി മാം ഉണ്ട്. എല്ലാവരിലേക്കും നമുക്ക് പോകാം.
സാറ് ക്ലാസ് കേട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ സാറേ? ഞാന് പിന്നെ ഈ അവസാനം പറഞ്ഞ ഭാഗം കേട്ടിരിക്കുന്നു. അതിന് എനിക്കൊരു ഒരു 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 മറുപടി എന്നോ ചോദ്യം ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ഒരു നിരീക്ഷണം ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചോദിക്കാൻ നേരമുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ മാഡം ഇപ്പൊ പറഞ്ഞു വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോഴും മറ്റുമൊക്കെ പല അമ്മമാര് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ ഫീഡ് ചെയ്യുന്ന ഒരു ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു അമ്മയുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് യാഥാർത്ഥ്യം. പക്ഷെ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? ബോധവൽക്കരണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ബോധവൽക്കരണമൊക്കെ ഇവിടെ നിർബാധം നടക്കുന്നുണ്ട്, പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ മാറ്റം സംഭവിക്കുന്നില്ല. ഇനി നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, മാഡത്തിന്റെ വീട്ടിൽ ഈ ചെറിയ അമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചെറിയ കുട്ടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തിരിച്ചൊരു കൗണ്ടർ ചോദ്യം ചോദിക്കുമൊന്നുമല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉണ്ടായാൽ പോലും ഇന്ന് ആർക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും? വളരെ സത്യസന്ധമായി ആരും മറുപടി പറയുകയൊന്നും വേണ്ട, ഉള്ളിൽ തന്നെ നമുക്കൊന്ന് കരുതാം. നമ്മുടെ വീട്ടിൽ സമാനമായ സംഭവം ക്രിയേറ്റ് ചെയ്താൽ ഏത് രീതിയിൽ ഇതിനെ നമുക്ക് നേരിടാൻ പറ്റും, പ്രതികരിക്കാൻ പറ്റും, ഭാവാത്മകമായ മാറ്റം വരുത്താൻ പറ്റും? എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം നമ്മൾ നിസ്സഹായരായി മാറുകയെ നിവൃത്തിയുള്ളൂ. വളർന്നു വരുന്ന തലമുറയുടെ ഉൾപ്പെടെ വികാര പ്രകടനങ്ങൾ മറ്റൊരു തരത്തിലാണ്. നിങ്ങളുടെ പഴയകാല പാരമ്പര്യാനവും കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഞങ്ങളുടെ സാഹചര്യത്തിൽ ഇതേ ഇപ്പൊ പറ്റുന്നുള്ളൂ, ഇത് ഞങ്ങൾ ചെയ്യുന്നു, ഇതായിരിക്കും നല്ല. നേരെ തന്നെ പിള്ളേര് പറയും. നമ്മളാരും അപ്പന്റെ അമ്മയുടെ നേരെ പിന്നെ ഒന്നും കലശലായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. എന്ത് ചെയ്യും? ഉണ്ടായിരിക്കാനേ. ഇത് എന്റെ ഒരു മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യമാണ്. അത് സാർ ഒന്ന് പറഞ്ഞോട്ടെ ജോഷ് സാറേ, അത് കുറച്ച് വളർന്നു കഴിഞ്ഞാലല്ലേ ഉള്ളൂ. ചെറിയ പ്രായത്തിൽ നമ്മളെ കൊടുക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അടുത്ത വീട്ടിലെ പിള്ളേര് കഴിക്കുന്നത് കണ്ടിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ നമുക്ക് മൊത്തത്തില് സാർ പറഞ്ഞ പോലെ ഇതൊന്നും നേരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത വീടുകളിലൊക്കെ പിള്ളേര് കാണുമല്ലോ, അവരൊക്കെ പിന്നെ കുറുകുറയൊക്കെ മേടിച്ച് തിന്നുന്നു, ഞങ്ങൾക്ക് മാത്രം ഇതൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് പിസ്കാണെന്ന് ചെറിയ പിള്ളേര് പോലും പറയും. തീരെ ചെറിയ പിള്ളേര്. ഈ പിന്നെ സത്യത്തെ ഞാൻ നിരാകരിക്കുന്നൊന്നുമില്ല. പക്ഷെ പ്രായോഗികമായി നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തുറച്ചു നോക്കാനേ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. എന്ന് വെച്ച് ഒരാൾക്ക് ചെയ്യാൻ മേലെന്ന് ചോദിച്ചാൽ ചെയ്യാം, ചെയ്തു കൂടായില്ല. ആര് ചെയ്യും, എങ്ങനെ ചെയ്യും? തീർച്ചയായിട്ടും ഒരു ചോദ്യവും അതിനനുസരിച്ചുള്ള ആ ചിന്താഗതിയൊക്കെ ഏറെ പ്രസക്തമാണ് ഈ കാലത്ത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. പ്രകൃതിയെ പ്രകൃതിയിലേക്ക് മടങ്ങി പോകുന്നവരും ഉണ്ട്. കാരണം നമുക്ക് WHO ഒക്കെ ആണെങ്കിലും മില്ലറ്റ് വർഷമായിട്ട് ആചരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, സന്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതുവഴിയൊക്കെ കുറച്ച് ആളുകൾ, ഇപ്പം കുട്ടികളിലേക്കാണെങ്കിലും കുറെ ആളുകളും കുറെ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പലരെയും നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അതേക്കുറിച്ച് അറിയാൻ പറ്റും. അതൊക്കെ ഒരു വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടി നമ്മൾ ഇതിന്റെ ഒരു നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉള്ള ആൾക്കൂട്ടം കാണുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്, ഇത്രയധികം വലിയൊരു ഹോസ്പിറ്റൽ ഇവിടെ കെട്ടി പൊക്കണമെങ്കിൽ, അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള രോഗികൾക്ക് അത് അത്രയധികം രോഗികൾ വരുന്നത് കൊണ്ടാണ്. അപ്പൊ രോഗത്തെക്കുറിച്ചും രോഗികളെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവനവന് തന്നെയാണ് വേണ്ടത് തീർച്ചയായിട്ടും ആദ്യം. ടീച്ചറെ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ഇനിയും മിണ്ടത്തില്ല. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയുന്നുള്ളൂ. അതായത് പിന്നെ പല ഡോക്ടർമാരും നമ്മൾ ചെന്ന അഡ്വൈസിന്, ഞാൻ ഇത് റിയൽ ആയിട്ട് പറയുന്ന, നമ്മളോട് തടി കുറയ്ക്കണം, വെയിറ്റ് കൂടുന്നുണ്ടോ, മറ്റേതാ മറിച്ചാന്ന് പറയും. ഇതിന്റെ ഇടയ്ക്കായിരിക്കും വീട്ടിൽ ചെന്ന് കാണുന്ന അവസരത്തിൽ ഡോക്ടറുടെ കൊച്ചിറങ്ങി വരുന്നത്, വലിയ പൊണ്ണത്തടിച്ച ഒരു കൊച്ച്. നമുക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാ ഇത് തമ്മിൽ കൊണ്ടുവരുന്നില്ലല്ലോ. അതിന്റെ ഉത്തരം ഞാൻ പറയാം സാറേ.
സാറിനെ ഡോക്ടർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഡോക്ടറുടെ കൊച്ചിനെ ഡോക്ടർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് പേഷ്യൻസിനോടാണ് കർത്തവ്യം ഉള്ളത്, അവരോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യം ശരിയായ രീതിയിൽ ചെയ്യുന്നു. പക്ഷെ കുട്ടികൾ ചിലപ്പോൾ മകന്റെ കുട്ടിയായിരിക്കും അല്ലെ മകളുടെ കുട്ടി, അറിയില്ല. അതിന് മറ്റൊരു ഉദാഹരണം പറയാം. പിന്നെ നന്നായിട്ട് ക്ലാസ്സില് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മക്കള് വീട്ടില് ആ ടീച്ചേഴ്സ് അത്ര ശ്രദ്ധിക്കാറുണ്ടാവില്ല. അവരുടെ മക്കൾ എന്താകുന്നു എന്ന് അവർക്ക് അത്ര ശ്രദ്ധയും കാണത്തില്ല. സ്കൂളിലെ കുട്ടികളെ ഒരു 10-60 പേരെ പഠിപ്പിച്ചിട്ട് വരുമ്പോ എല്ലാം ആയെന്ന് വിചാരിക്കും. വീട്ടിലെ കുഞ്ഞുങ്ങളെ അത്ര കണ്ട് ശ്രദ്ധിക്കാൻ പോകാറില്ല എന്ന് പറഞ്ഞതുപോലെയാണ് വരുന്ന പേഷ്യൻസിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ, കാരണം ഇവരിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് കിട്ടാനാണല്ലോ വരുന്നത്, ഒന്നും കൊടുക്കാതെ മടക്കി അയക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ആവശ്യത്തിൽ കവിഞ്ഞ മരുന്നും പിന്നെ അതിനോടൊപ്പം കുറെ ഉപദേശങ്ങളും ഒക്കെ തന്നു വിടും. നമ്മൾ ഇങ്ങോട്ട് വെളിയിലോട്ട് ആകുമ്പോ തന്നെ നമ്മൾ ഓർക്കും അത് ഡോക്ടർ തന്നെ അങ്ങ് ശീലിച്ചേച്ചാ മതി, ഞങ്ങളെ കിട്ടത്തില്ല. എന്നെ അനുകരിക്കാതിരിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക, എന്റെ ഉപദേശം റോയ് സാർ എന്റെ പള്ളിയിലച്ഛനാവും. ഇന്നലെ യേശുദാസായിരുന്നു. ഒമ്പനാമിന്റെ ക്ലാസ് വളരെ നന്നായി മാഡം. എനിക്ക് എന്റെ അഭിപ്രായം, അതായത് പാരന്റ്സിനും റോളുണ്ട്, ടീച്ചേഴ്സിനും നല്ലൊരു റോളുണ്ട്. അതായത് ഞാൻ എന്റെ അനുഭവം പറയാണ്. സ്കൂളില് ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കര പൊരിച്ചമ്മിനെ കഴിക്കൂ ഇങ്ങനെയൊക്കെയുള്ള വന്നപ്പോ പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചെറിയ ക്ലാസ്സിലെ ടീച്ചർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ പൊരിച്ചമ്മീൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റമിൻസ് ഒന്നും കിട്ടില്ല, അങ്ങനെ ഈ ബേക്കറികളൊക്കെ കഴിച്ചാൽ ഭയങ്കര കെമിക്കലാണ്, ഇങ്ങനെ ആ ടീച്ചർ കറക്റ്റ് ആയിട്ട് കുട്ടികളെ മനസ്സിലേക്ക് എത്തിച്ചു. അതിനുശേഷം വീട്ടിൽ ചെന്നൊരു കുട്ടികൾ പറയും ഞങ്ങൾക്ക് പൊരിച്ചമ്മീനേ വേണ്ട. അതേസമയം പാരന്റ്സ് എത്രയോ കാലമായിട്ട് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. അപ്പൊ ടീച്ചേഴ്സും ശരിക്കും റെവല്യൂഷൻ തന്നെ നടത്താൻ പറ്റും. അത് ചെറിയ ക്ലാസ്സിൽ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ടീച്ചേഴ്സിന് ശരിക്കും നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും. പിന്നെ വീട്ടില് പാരന്റ്സ് റോൾ മോഡൽ ആവാം. പറഞ്ഞമാതിരി സാറ് പറഞ്ഞമാതിരി നമ്മൾ വലുതായി ഇപ്പം ഗ്രാൻഡ് പാരന്റ്സ് ആയി, നമ്മളെ മക്കളോടൊന്നും നമുക്കൊന്നും നടക്കൂല. ഞാനൊക്കെ എൻ്റെ മക്കള് ചെറുപ്പത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡൊക്കെയാ കൊടുത്തു. പക്ഷെ വലുതായപ്പോ അവര് പറയുന്ന നിങ്ങൾ പണ്ട് ഞങ്ങൾക്ക് ബേക്കറി ഒന്നും തരാത്തോണ്ടാണ് ഇപ്പൊ ഞങ്ങൾ അധികം കഴിക്കുന്നത്. പറയുന്നില്ലേ? അല്ല, അത് പിസ്കന്മാരെന്നല്ല പറയുന്നത്, നിങ്ങളന്ന് തരാഞ്ഞത് ഇതുകൊണ്ടാണ്, ഇത് കേടാന്നും പറഞ്ഞിട്ടാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ നല്ലോണം കഴിക്കുന്നത് അതുകൊണ്ടാണ്, നിങ്ങൾ അന്ന് വാങ്ങിച്ചു തരാത്തോണ്ടാണ് നമുക്ക് ഇത് കൂടുതൽ ഇഷ്ടം വരുന്നത്. ഇങ്ങനെയൊക്കെയാ മക്കള് പറയുന്നത്. പക്ഷെ ശരിക്ക് ചെറുപ്പത്തിലെ കുറെ ശീലിപ്പിച്ച എന്തായാലും ഓരോ ഇതിലുണ്ടാവും, മനസ്സിലുണ്ടാവും തെറ്റാണ് ചെയ്യുന്നത്. പിന്നെ വേറെ എന്താണെങ്കിലാ നാച്ചുറൽ ഫുഡ് ശരിക്കും അതാ ചക്കയൊക്കെ ശരിക്കും കുറച്ച് മെനക്കെട്ടാ മതിയല്ലോ, അതൊന്നും ആരും മെനക്കെടൂല. ശരിക്കും ചക്കേന്റെ ഒക്കെ ശരിക്കും അത്ര ഫൈബർ ഉള്ളതാണ്, അത്ര വേസ്റ്റ് ആവുക നാട്ടിൻപുറങ്ങളിലൊക്കെ. പിന്നെ പെണ്ണുങ്ങളെ മടി മാഡം പറഞ്ഞ അത് കറക്റ്റ് ആണ്. പെണ്ണുങ്ങൾ ഇപ്പൊ തീരെ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾ ആണുങ്ങൾക്കും ആകാം. അല്ല, ആണുങ്ങള് വീട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട്ടില് ഉണ്ടായിക്കോട്ടെ, ജോലി ഇല്ലാത്ത ജോലി ഇല്ലാത്ത പെണ്ണുങ്ങൾ ഇതൊക്കെ മതി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണുങ്ങളും കൂടി പങ്കെടുക്കാറുണ്ട് ഈ എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് അല്ലാതെ ഈ സ്ത്രീകൾ മാത്രമല്ല അതിൽ പങ്കാളി. അവരൊക്കെ ശരിയാണ് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ആ പുരുഷന്മാരുടെ ജോലി പുറത്തു പോകുന്ന ആൾക്കാർ, വീട്ടിലുള്ള സ്ത്രീകൾ വരെ ചെയ്യുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. വീട്ടിലെ സ്ത്രീകളാണ് ബേക്കറി കൂടുതൽ വാങ്ങുന്നത്. ഞാനൊക്കെ ജോലി വന്നാലും വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കായിരുന്നു. അതേസമയത്ത് ഞങ്ങളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാലുടൻ ആദ്യം ചെയ്യുന്നത് കുട്ടികൾക്ക് ചായക്ക് കൊടുക്കാനുള്ള പലഹാരം ഉണ്ടാക്കലാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. മേടിക്കുന്ന ഒരു ശീലമേ എനിക്കില്ലായിരുന്നു, അതിപ്പോഴും ഇല്ല. അങ്ങനത്തെ ഫുഡാ കൊടുത്തത്. പിന്നെ പാല് നാച്ചുറലായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആടിനെ വളർത്തിയിരുന്നു 14 വർഷത്തോളം. പിള്ളേര് വലുതായി നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോഴ് ഞാൻ അത് ഉപേക്ഷിച്ചു. പിന്നെ അതുപോലെ പച്ചക്കറികളിൽ സവോള, ഉരുളക്കിഴങ്ങ് അല്ലാത്ത എല്ലാം വീട്ടിൽ കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ കോഴിയുണ്ട് മുട്ടയ്ക്ക്. അങ്ങനെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഫുഡായിരുന്നു പിള്ളേർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു പനി പോലും അങ്ങനെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശരിയാണ് മാഡം.
കറക്റ്റ് ആണ്. ശരിക്കും എനിക്ക് എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു അസുഖം വരില്ല, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെ, ഇങ്ങനത്തെ ഒന്നും ഞങ്ങള് അതുപോലെ തന്നെയാണെങ്കിൽ ഒരു പനി വന്നാലും നമ്മളൊരു വാട്ടർ തെറാപ്പിയാ ചെയ്യുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് ശരീരം മൊത്തം അങ്ങോട്ട് നിക്കറ് ഷർട്ടുമൊക്കെ ഉരുടാന്ന് പറയും, അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കുമ്പോഴേക്കും അവരുടെ പനി പോയി. മെഡിസിൻസ് അധികം കൊടുത്തിട്ടില്ല പിള്ളേർക്ക്. അപ്പൊ നമ്മള് മനസ്സ് വെച്ചാൽ നമ്മുടെ കുട്ടികളെയും അടുത്തുള്ളവരത് കണ്ടു കഴിയുമ്പോൾ അവർക്കും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് അത് ഷെയർ ചെയ്ത് പറയുമ്പോഴത്തേക്ക് അവരും അങ്ങനെ ഒരു നല്ല ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാം. വിചാരിച്ചാൽ കുറെ മെനക്കെടണം. പിന്നെ എന്താ പറയാ, മാഡം പറഞ്ഞ ഒരു വീട്ടില് നമ്മളിപ്പോ ചെയ്താലും അടുത്ത വീട്ടിലെ കുട്ടികൾ ഈ കുറുക്കുറെ അത് ഇതൊക്കെ വാങ്ങി തിന്നാ എന്താ ഞങ്ങൾക്ക് എന്താ തരാ, ആ കുട്ടികൾ ആ ചെറിയ കുട്ടിക്ക് അത്രയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഇത് ശരിക്കും അതിനെന്ത് ചെയ്യണമെന്നോ മാഡം, ഏത് സാധനം പരസ്യം കണ്ടാലും ഈ ടിവിയിൽ ഏത് കണ്ടാലും ഞാൻ ഉടനെ അത് വാങ്ങിച്ചിരിക്കും. കാരണം അവർക്ക് അതിൽ ഒരു കൊതി വരരുത്. അത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ മേടിച്ച് കൊടുക്കും. ഞാനും കഴിക്കും. കാരണം അതിന്റെ ടേസ്റ്റ് ഇവർ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ, അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ പാക്കറ്റ് സാധനങ്ങളൊക്കെ കഴിക്കും. അതൊക്കെ നമ്മൾ വളരെ കുറച്ച് കഴിക്കും. ഇടയ്ക്ക് കഴിക്കുന്നതല്ല, ഈ ചില കുട്ടികൾ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. അവരാകെ ഇങ്ങനത്തെ കഴിച്ചിട്ട് ഇവര് പിന്നെ ഒന്നും കഴിക്കില്ല. ഭക്ഷണത്തിന് താല്പര്യമുള്ള കുട്ടികളെല്ലാം കഴിക്കും. അന്നാ അത്ര പ്രശ്നം. ഇത് എല്ലാം കുടിക്കുന്ന വിചാരം സെവനപ്പ് തന്നെയാണ് ഏത് നേരവും കുടിക്കുന്ന ചില കുട്ടികൾ. കുട്ടികൾ മാത്രമല്ല, അമ്മമാരും അങ്ങനെയാണ്. അമ്മമാരാണ് റോൾ മോഡലായി കൊടുക്കുന്നത് പിള്ളേർക്ക്, വേറെ ആരും അല്ല. അമ്മമാര് തന്നെയാണല്ലേ, വലിയൊരു ഭയാനകമാണല്ലേ ഓരോരുത്തരുടെയും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ. വലിയ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ തലമുറ, ഇന്നത്തെ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് പറയും. നമ്മളൊക്കെ ജീവിച്ച ഇപ്പൊ ഷീ ടീച്ചറിനെ പോലെയൊക്കെയുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അത്രത്തോളം ഒന്നും വേണ്ട, നമ്മളൊക്കെ അത് മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരിലോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവരത് ശരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഒരു തെറ്റായിട്ടുള്ള രീതിയിലോ ഭക്ഷണ രീതിയൊക്കെ ആണെങ്കിൽ പോലും അവർക്കത് മാറാനുള്ള ഒരു അവസരം കൂടിയാണത്. പക്ഷെ എല്ലാവർക്കും ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ടീച്ചർമാരെ എന്നോട് പിണങ്ങല്ലേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പിള്ളേര് കല്യാണം കഴിച്ചോ? ഇല്ല, കഴിക്കാനായി വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രതീക്ഷ പൂവണിയട്ടെ എന്ന് മാത്രം ഉണ്ട്. കല്യാണം കഴിച്ച് കുട്ടികളായി. നിങ്ങളുടെയൊക്കെ പിള്ളേര് കല്യാണം കഴിച്ച് ഒരു 5-6 വർഷം കഴിയുമ്പോ, നമുക്ക് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. ഓക്കെ. സാറ് പറഞ്ഞാൽ ഞാൻ 100% യോജിക്കുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും വേറെ വീട്ടിൽ നിന്നല്ലേ പിന്നെ സ്പൗസിനെ കൊണ്ടുവരുന്നത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. അല്ല, ഓക്കെ, കെട്ടിയവൻ ഈ വളർത്തിയ ആളിന്റെ മോനല്ലേ? അത് ആണ് പെണ്ണും എല്ലാം ഇപ്പം 50-50 സാറേ. പറയാനല്ലേ നോക്കാല്ലേ ഞാനിങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞതിനൊക്കെ നെഗറ്റീവാണെന്ന് ധരിക്കല്ലേ കേട്ടോ. രാജ് സാറെ എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ ഇപ്പൊ ഇവര് പറഞ്ഞ ഈ പോയിന്റില്? ഇത് മാറുന്നാണ് ഇപ്പം അമർജ്യോതി മാമിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ജോഷി സാറും അങ്ങനെ തന്നെയാ പറയുന്നത്, നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയുന്നത്. രാജ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഞാൻ ഇന്നത്തെ ക്ലാസ് വൈകാൻ കാരണം ഞാൻ വൈഫിന് ഭാര്യയ്ക്ക് ചക്ക വെട്ടി മുറിച്ചു കൊടുത്തിട്ട് വരാൻ പോകും. ചക്ക വേവിക്കാൻ വേണ്ടി വെട്ടി മുറിക്കാനുള്ള പറഞ്ഞപ്പോഴത്തേക്ക് അത് ചെയ്ത് കൊടുക്കാനാണ് ലേറ്റ് ആയത്. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലേലും ഞങ്ങൾക്ക് വിരോധമില്ല, ചക്ക വെട്ടി കൊടുത്താൽ സന്തോഷം. തുടക്കം കേൾക്കാൻ പറ്റിയില്ല. എന്നാൽ അതിനുശേഷം ഇവിടെ ഒരു മിനി മാഡവും അതുപോലെ തന്നെ സാറും അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞാൻ ഗട്ട്സിന്റെ ഇപ്പൊ ലിവർ ക്യാൻസർ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഓർക്കാനും, ലിവർ ക്യാൻസർ എപ്പോഴും ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ലിവർ ക്യാൻസർ ഉണ്ടാകുന്നതാണ് പണ്ട് പറഞ്ഞു. ഇപ്പം നോൺ ആൽക്കഹോളിക് ലിവർ ക്യാൻസർ ഉണ്ടാകും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കും. 80% കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം ഇതായിട്ട് അത് ചെന്നിട്ട് ആദ്യമായിട്ട് നമ്മുടെ വയറിന് ചുറ്റും
വിസറൽ ഫാറ്റ് ആയിട്ട് മാറും. കാരണം ഈ 80% കാർബോഹൈഡ്രേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജി ആയിട്ട് മാറുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് അധികം അധികം നടക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന മൂവ്മെന്റ്സ് ഇല്ലല്ലോ. ഈ പറയുന്നതായിട്ടുള്ള സെഡൻഡറി ലൈഫ് കൊണ്ട് ഈ പറയുന്നതായ കാർബോഹൈഡ്രേറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി ആയിട്ട് മാറുന്നില്ല. അത് പിന്നീട് വന്നിട്ട് നമ്മുടെ വയറിന് ചുറ്റും ഇങ്ങനെ വിസറൽ ഫാറ്റ് ആയിട്ട് വരും. ആ വിസറൽ ഫാറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഈ സിറോസിസ് ആയിട്ട് മാറും. അത് പിന്നീട് അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വൈറലായിട്ട് അത് ലിവർ സിറോസിസ് ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ ഈ ഭക്ഷണശൈലിയാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ ചോറിന് അല്ലെങ്കിൽ റൈസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാനത് കുറെ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ചിരിക്കുക. റൈസ് ഉപയോഗിക്കുന്നില്ലെന്ന് പറയാം. രാവിലെ നട്ട്സും മുട്ടയും മാത്രമാണ്, ഇതുകൂടെ കോഫിയും. ഉച്ചയ്ക്ക് പറയുന്നതായിട്ടുള്ള ലീഫി വെജിറ്റബിൾസിന്റെ സലാഡ്, പിന്നെ ചോറ് സ്വല്പം ഒരു ചെറിയ സ്പൂണാകട്ടെ അല്ല 2 സ്പൂണ് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന മാംസവും അധികം കഴിക്കുന്നില്ല, മത്സ്യവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിക്കും. പിന്നെ വൈകുന്നേരം പോലെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അത് നേരത്തെ തന്നെ കഴിക്കും. ഇങ്ങനെയുള്ളതായിട്ടുള്ള ചേഞ്ചസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചേഞ്ചസ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ എന്താ പറയുക, കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയാം. പക്ഷെ കീറ്റോ ഡയറ്റ് അല്ല ഇത്. യഥാർത്ഥത്തിൽ ലോ കാർബോ ഹൈ ഫാറ്റ് LCHF എന്ന് പറയും. LCHF എന്നാണ് പറയുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം രാവിലെ നമുക്ക് ഈ പറയുന്നതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഈ പറയുന്ന ഈ ഭക്ഷണങ്ങൾ ദോശ അല്ലെങ്കിൽ ദോശ, ഇടിയപ്പം, അപ്പം, പാലപ്പം കഴിച്ച് എല്ലാം റൈസാണ്. റൈസ് ഒരുപാട് പോകണം. ഉച്ചയ്ക്ക് നമ്മൾ കണക്കിന് കഴിച്ച് നിറച്ച് റൈസ് കഴിക്കുകയാണ്. ഇവിടെ കുറച്ച് മാത്രമേ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കഴിക്കുന്നു. വൈകുന്നേരവും ചില മിക്കവാറും എല്ലാം റൈസാണ്. ഈ ജീവിത ശൈലിയാണ് ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള പല കൂടുതൽ രോഗങ്ങൾക്കും കാരണം. അപ്പൊ ശരി, വയറിനകത്ത് കുറെ ഭാഗങ്ങളും ഒഴിച്ചിടണം. അങ്ങനെ ഒഴിച്ചിടാത്തതുകൊണ്ടാണ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് വരുമ്പോൾ തന്നെ നിർത്തിക്കോണം. അതിന് മുമ്പ് തന്നെ നിർത്തിക്കോണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മളെ ഭക്ഷണം അതായത് മരുന്ന് മാതിരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നീട് അവസാനം എന്തോ ചെയ്യണ്ടേ, ഭക്ഷണം മാതിരി മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോൾ വയറെല്ലാം ഒരു ഭാരമാണ്. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ വയറ് വിശപ്പുന്ന ഭാരമായിരുന്നു. ഇന്ന് വയറ് കുറയ്ക്കാനുള്ള ഭാരമാണ് അല്ലേ? ഇങ്ങനെ വയറെന്ന ഒരു ഭാരമായിട്ട് മാറും. തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ഡയബറ്റീസിന്റെയും ഹാർട്ട് ഡിസീസിന്റെ ഏറ്റവും ക്യാപിറ്റലാണ് കേരളം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ കാരണം ഈ പറയുന്ന നമ്മുടെ ജീവിതശൈലിയാണ്, നമ്മുടെ ആഹാരശൈലിയാണ്. അത് മാറ്റാനായിട്ട് ശ്രമിക്കണം. ഞങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ മാറ്റിയതിനു ശേഷമാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു. സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ഭക്ഷണ രീതി, അതേക്കുറിച്ചൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തതിൽ സന്തോഷം. ഹെൽത്ത് വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു സാറിന് ഒരുപാട് നന്ദി. എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തതിനും ഒരുപാട് വലിയൊരു അവയർനെസ് ആണ് സാറിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ നമുക്ക് സുധോൻ സാറിന് ഈ ഒരു കാര്യങ്ങളിലെല്ലാം ഉള്ള എല്ലാത്തിന്റെയും ഒരു പരിഹാരം സാറിന്റെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ജോർജ് സാർ എന്താ പറയണേ നിങ്ങളുടെ നോക്കിയിട്ട് സുധോൻ സാറിന്റെ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ട് പോകാവേ. സാറേ ഒന്ന് വരാമോ? ജിയോ എന്നൊക്കെയാ സാറ് എഴുതിയേക്കുന്നതേ. മോനെ പേടിച്ചിട്ടാ, കുഞ്ഞുമോനെ ഉള്ളതുകൊണ്ടായിരിക്കും. സാറേ, ജോർജ് സാറേ എന്തെങ്കിലും ഒരു കാര്യങ്ങളും കൂടി ഇന്ന് പറയോ ഇതേക്കുറിച്ച്? ജോർജ് സാർ ഉണ്ടോ? ജോർജ് സാറേ അൺമ്യൂട്ട് ചെയ്യാമോ? സുധൻ സാറിലേക്ക് പോയാലോ? സാറ് പറയട്ടെ, അപ്പൊ എല്ലാരൂടെ പറഞ്ഞത് അതിൽ വരും. സുധൻ ഡോക്ടറെ കയ്യില് ഇതിനുള്ള എല്ലാത്തിന്റെയും നമ്മളൊക്കെ ഒരുപാട് അറിവുണ്ടെങ്കിലും ഇതൊക്കെ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ബോത്ത് പേരൻസ് വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഈ പറമ്പിലിറങ്ങി ഇതൊന്നും ശേഖരിക്കാനും ഒന്നും കഴിയില്ല. പക്ഷെ ഇപ്പോൾ നല്ലൊരു അവയർനെസ് വന്നിട്ടുണ്ട് ആളുകൾക്ക്. ഈ വീട്ടിലൊരു ക്യാൻസർ രോഗിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ആളുകൾ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അവെയർ ആകുന്നത്. പക്ഷെ നമ്മുടെ ഈ ഗവൺമെന്റ് സമൂഹമൊന്നും നമ്മളെ നന്നാവാനേ അനുവദിക്കുന്നില്ല. കാരണം
അംഗൻവാടിയിലെ കുട്ടിക്ക് ബിരിയാണി കൊടുക്കണം എന്ന് ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിന് ഈ ബിരിയാണിയും എഗ് ബിരിയാണിയും മണ്ണാങ്കട്ടയൊക്കെ കൊടുക്കണമെന്ന് ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഈ പരിശുദ്ധ ഭക്ഷണത്തിനെയൊക്കെ പറ്റി നമുക്കിങ്ങനെ അറിവുള്ളവർ ഇരുന്ന് ചർച്ച ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ രുചി വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാവരും ഹോട്ടലിൽ കഴിക്കുന്നവരും തട്ടുകടയിൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഈ അമ്മമാർ നഷ്ടപ്പെടുത്തിയ അടുക്കള തന്നെയാണ് ഈ കൊളോൺ ക്യാൻസർ നോമന മാം പറഞ്ഞ നല്ല ക്ലാസിൻ്റെ അടിസ്ഥാന കാരണം. ഈ നമ്മുടെ പോളിപ്സ് ഉണ്ടായതും പിന്നെ ഗട്ട് ബാക്ടീരിയയുടെ ക്വാളിറ്റി പോയതിൻ്റെ എല്ലാം കാരണം അടുക്കള ഉപേക്ഷിച്ചതാണ്. അമ്മമാർ അടുക്കളയെ ഉപേക്ഷിച്ച് ജോലിക്ക് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അടുക്കളയിലൊക്കെ ജോലിക്കാരികളും പണിക്കാരികളും, ഹോട്ടലുകളിലെല്ലാം അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് വൃത്തിയില്ലാത്ത എയ്ഡ്സ് രോഗികളും ഒക്കെ കൂടെ പാചകം ചെയ്ത് എല്ലാം കഴിച്ചിട്ട് ആരോഗ്യം വേണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സമൂഹമാണ്. നമുക്കിത് വിലപിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ജോഷി സാർ പറഞ്ഞതുപോലെ ഇത് പാലിപ്പിക്കാൻ പുതിയ തലമുറ ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. അവർക്ക് ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള രുചിയും മറ്റും കിട്ടിയേ പറ്റൂ. കുട്ടി ജയിച്ചാൽ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കലും ഒക്കെയാണ്. ഇപ്പൊ 90 വയസ്സുള്ള ആളിന് 3 വയസ്സുള്ള കുട്ടിക്കും ഈ പൊറോട്ടയും ബീഫ് ഫ്രൈയും വേണമെന്ന് കൊതിപ്പിക്കുന്നത്. കൊതിക്ക് വലിയൊരു പ്രാധാന്യം. മലയാളിക്ക് ഒക്കെ ഈ ക്രേവിങ് ഫോർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ 3ാം ലോക രാജ്യങ്ങളുടെ ഭക്ഷണത്തോടുള്ള ആക്രാന്തത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കേരളത്തിൽ. കാരണം നമ്മൾ ആൾ ദ സഡൻ സമ്പന്നരായ ഒരു സമൂഹമാണ്. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ ഭക്ഷണവും കഴിക്കണമെന്നാണ്. അപ്പൊ ഞാൻ ജപ്പാനിലൊക്കെ പോയപ്പോൾ കണ്ട അവരുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി, പ്ലേറ്റിൽ ഒരുപാട് ഇലക്കറികൾ, ഒരുപാട് ഇലകൾ, അതേപോലെ തന്നെ അവർ ധാരാളം ഈ മറ്റേ മത്സ്യവിഭവങ്ങൾ, ചോറ് ഈ 2 സ്പൂണൊക്കെ. രാജു സാർ പറഞ്ഞ പോലുള്ള ഭീകരമായിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ഒന്നും സാധാരണക്കാർക്ക് കഴിയില്ല. കാരണം രുചിയെ പാടെ അവഗണിച്ചുകൊണ്ട് ഉള്ള ചപ്പും പുല്ലും കഴിക്കലൊന്നും നമ്മുടെ പിള്ളേർ സ്വീകരിക്കില്ല. നമ്മളൊരു പക്ഷേ കുറച്ച് നാളോട് ഒരു 10 കൊല്ലം കൂടെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ വേണ്ടിയിട്ടോ ഇത്തിരി ജീവിച്ചിരിക്കാനോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ രുചിയൊക്കെ ഉപേക്ഷിക്കും. പക്ഷെ പുതിയ തലമുറയ്ക്ക് നാളെ അങ്ങ് ചാകുമെന്ന് പറഞ്ഞാൽ പോലും അവർ ഇതങ്ങ് കഴിച്ചിട്ടങ്ങ് ചത്താൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ രുചി ഒരു പുതിയ ജനറേഷന്റെ വരവിലോടുകൂടി തന്നെ ഇൻസ്റ്റന്റ് ഭക്ഷണമൊക്കെ കൂടെ വന്നപ്പോൾ ഉള്ളൊരു ഇതാണ്. പക്ഷെ ഈ വർദ്ധിച്ചു വരുന്ന രോഗത്തെ പറ്റിയിട്ടുള്ള വാർണിംഗ് നമ്മൾ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. സ്കൂളിലൊക്കെ ഇപ്പൊ ഞാൻ നേതൃത്വം കൊടുക്കുന്ന 2 സ്കൂളിലും ഈ അവരുടെ സ്നാക്ക് ബോക്സിൽ ബേക്കറി ഒന്നും സമ്മതിക്കുകയില്ല. ബേക്കറി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒരു കുട്ടി ബേക്കറി സാധനം തിന്നുന്ന കണ്ട അടുത്ത കുട്ടി കൊതിയോടുകൂടി അത് നോക്കിയിരിക്കുകയും വീട്ടിൽ പോയി വഴക്കിടുകയും ചെയ്യും. ഇപ്പൊ ബേക്കറി കൊണ്ടുവരാനേ സമ്മതിക്കില്ല. അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഈ ഇതിൽ +2 വരെ ഉള്ള കുട്ടികൾ പഠിക്കുന്ന 2 സ്കൂളിൽ നോൺ വെജിറ്റേറിയൻ കൊണ്ടുവരാനേ സമ്മതിക്കില്ല. കാരണം അത് വെജിറ്റേറിയൻ മതിയെന്ന് നമ്മൾ പരിശ്രമിക്കുകയാണിത്. പക്ഷെ അവധി ദിവസം വീട്ടുകാർ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ മൂക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ ഈ കരിച്ചതും പൊരിച്ചതും ബിരിയാണിയും അതെല്ലാം കൂടെ കൊടുത്തു. കാരണം ഈ ശനിയാഴ്ച വരെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അത് ഞായറാഴ്ച ഇതെല്ലാം കൂടെ രാവിലെ മൂലം ഇടിച്ചു കയറ്റി അതിന്റെ നഷ്ടപരിഹാരം നടത്തുകയാണ്. അപ്പൊ വഷളാക്കിയ ഒരു സമൂഹത്തിൽ നഷ്ടപ്പെടുത്തിയ അടുക്കളയൊക്കെ തിരിച്ചു പിടിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. പിന്നെ നമ്മളെപ്പോലുള്ള ഒരു ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക അറിയുകയും ചെയ്യുന്നവർ ഇതിനെപ്പറ്റിയുള്ള ഈ ലാമെന്റിങ് ഓൺ അവർ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറയാം. സാരില്ല, കുറെ പേർക്കൊക്കെ അസുഖങ്ങളൊക്കെ വരട്ടെ. ധാരാളം MBBS ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളും ഒക്കെ തൊഴിലില്ലാതാവാതിരിക്കാൻ ഒരു കാര്യം. കാരണം നമ്മുടെ കേരളത്തിൽ 35 മെഡിക്കൽ കോളേജ് ഉണ്ട്. 72,000 MBBS ഓരോ വർഷം ഇറങ്ങുന്നുണ്ട്. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള രോഗികളെ സപ്ലൈ ചെയ്യണ്ടേ? ഇല്ലേ, മോശമായി പോവില്ലേ? പക്ഷെ നമ്മൾ അറിയുന്നവർ നമ്മുടെ വീട്ടിൽ ഈ ഭക്ഷണക്രമങ്ങളും ഒക്കെ ഇപ്പൊ ഒരു ഡയറ്റീഷ്യൻ മാം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. പരമപുച്ഛാണ് നമ്മൾ ഈ നാടൻ ഭക്ഷണത്തിലേക്ക്. ഈ അംഗൻവാടിയിൽ കോറ കൊണ്ടുള്ള ഒരു വിഭവം കൊടുക്കണമെന്ന് ഈ ഗവൺമെന്റ് ഒന്നും പറയാത്തത് എന്താ? കോറ എന്ന് പറഞ്ഞാൽ പഞ്ഞിപ്പുല്ല് എന്ന് പറഞ്ഞാൽ റാഗി. റാഗി, അതേപോലെ മില്ലറ്റ്സിന്റെ കൊഴുക്കട്ടയോ മില്ലറ്റ്സിന്റെ ഏതെങ്കിലും ഒരു വിഭവം ഒരു ദിവസം കൊടുക്കണമെന്ന് പോലും പറഞ്ഞില്ല. അതിന് പകരം ഈ പണ്ട് കഴിക്കാൻ പറ്റാത്തതൊക്കെയാണ് മന്ത്രിമാര് പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് ഇവർ കൊടിയ ദാരിദ്ര്യത്തിൽ പാർട്ടി പരിപാടിയൊക്കെ നടന്നപ്പോൾ നല്ല ഭക്ഷണം ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഈ പിള്ളേർക്ക് 3 വയസ്സുകാരന് ബിരിയാണി കൊടുക്കൂ, എഗ് ബിരിയാണി കൊടുക്കൂ, മണ്ണാങ്കട്ട കൊടുക്കൂ എന്നൊക്കെ ഇവര് അന്ന് കൊതിച്ചതൊക്കെ പറയാണ്. പക്ഷെ നമ്മൾ അറിയുന്നവര് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത് ഒരു പരിധി വരെ നമുക്ക് നോൺ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അത് ഈ റെഡ് മീറ്റ് കഴിയുന്നത്രയും ഒഴിവാക്കുക. മട്ടൺ, പോർക്ക്, ബീഫ് ഇത് കഴിയുന്നതും അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ കോഴി വാങ്ങുകയാണെങ്കിൽ, ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ബ്രോയിലർ ഒഴിവാക്കിക്കൊണ്ട് നാടൻ കോഴി ഇത്തിരി കാശ് കൂടുതൽ കൊടുക്കണം. അത് നാടൻ കോഴി വാങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ ഫുഡ്. അതുപോലെ ഈ നോൺ കഴിക്കാൻ നിർബന്ധമുള്ളവർക്ക് ഫിഷ് ധാരാളം
ചെറുമീനുകളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ട്. ഇപ്പം ഓമന മാം പറഞ്ഞ ഈ ഗട്ട് ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വിധേയനായിരിക്കുന്ന ഒരാൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണ്. അദ്ദേഹം ഇപ്പം എൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും ഈ ഭക്ഷണം ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന ഇതായിട്ട് കഴിക്കണമെന്നില്ല. 19 വർഷമായിട്ട് ഈ സിനിമാ ഫീൽഡിൽ പലയിടത്തു നിന്ന് ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖേട് വരുത്തിയതിൻ്റെ ഒരു അനന്തരഫലമാണത്. അപ്പോൾ എത്ര പണം ഉണ്ടെങ്കിൽ പോലും ഇത് വേണ്ടിയില്ല. അപ്പം നമ്മൾ നമ്മുടെ അടുക്കളകളിലെങ്കിലും നമ്മൾ ഇത്രയും പേരുടെയെങ്കിലും വീടുകളിലെങ്കിലും ഈ ലീഫി വെജിറ്റബിൾസ് എല്ലാ വീട്ടിലും ഒരു മുരിങ്ങ വെക്കണമെന്ന് ഗവൺമെന്റിന് ഒരു പ്രോഗ്രാം തുടങ്ങാവുന്നേ ഉള്ളൂ. മുരിങ്ങ തണ്ടുകൾ എല്ലാ വീട്ടിലും കൃഷിഭവൻ വഴി അങ്ങ് സപ്ലൈ ചെയ്താൽ ആ മുരിങ്ങയിലയും മുരിങ്ങക്കായും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ നാരടങ്ങിയ ഭക്ഷണം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ ടി വിയിൽ കാണുന്ന നാരടങ്ങിയ ഹോർലിക്സ് ഒന്നും വാങ്ങി കുടിക്കേണ്ട കാര്യമില്ല. ആഴ്ച 3 ദിവസമെങ്കിലും മുരിങ്ങയിലയുടെ ഏതെങ്കിലും ഒരു വിഭവം നമ്മുടെ ഭക്ഷണത്തിൽ. അത് ചപ്പാത്തിയുടെ കൂടെ കുറെ മുരിങ്ങയില വിതറിയിടാം, ചീരയില വിതറിയിടാം. അതേപോലെ തന്നെ ദോശ മാവിനകത്ത് തന്നെ കുറെ വിതറിയിടാം. പിന്നെ ഈ നമ്മുടെ ചട്നികളെല്ലാം തന്നെ ഇല കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, പുതിനയും മറ്റേതും ഒക്കെ ആയിട്ടുള്ള. ഇതിൽ തമിഴ്നാട്ടിലെ ഹോട്ടലിൽ പോയി നോക്കൂ, നമുക്ക് ഈ ഇല കൊണ്ടുള്ള ധാരാളം ചട്നിയും ചമ്മന്തികളും ഒക്കെ കിട്ടും. പക്ഷെ മലയാളിക്ക് അതൊന്നും ഇഷ്ടമാകുന്നില്ല. ഇപ്പൊ അറിവുള്ളവർ ഇതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കാം. പിന്നെ തൈരിന്റെ പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ പ്രോബയോട്ടിക് നമുക്ക് ഫേവറബിൾ മൈക്രോബ്സ് എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ചീത്ത വസ്തുക്കളെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പം നിറഞ്ഞ ഈ ലീതൽ ബാക്ടീരിയ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും നല്ലത് തൈര് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ യോഗട്ട് തൈര് നിർബന്ധമായിട്ട് നമ്മുടെ പിള്ളേരെ ഒന്ന് കൊടുത്ത് ശീലിപ്പിച്ച് നോക്കൂ. അവരുടെ മലത്തിന്റെ ദുർഗന്ധം വളരെ വളരെ കുറയുന്നത് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ദഹനം പ്രോപ്പർ ആകുന്നത് നമുക്കറിയാൻ പറ്റും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഭക്ഷണത്തിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ തൈര് നമ്മൾ ഭക്ഷണത്തിൽ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിലും പഴങ്ങളുടെ കാര്യത്തിലും ഈ ഇത് ചക്കയും മാങ്ങയും മാത്രമല്ല, നമ്മുടെ ഈ പേരയ്ക്ക എന്ന് പറഞ്ഞ കൊയ്യാക്കയൊക്കെ അത് ഒക്കെ ഈ ഒരു ലാക്സേറ്റീവായിട്ട് വയറ്റിൽ നിന്ന് നന്നായി പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഭക്ഷണം കൂടെ ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അറിവുള്ളവരൊക്കെ നമ്മുടെ വീടുകളിലും പിന്നെ നമ്മുടെ ചർച്ചകളിലും പിന്നെ നമ്മൾ ബന്ധപ്പെടുന്ന സമൂഹത്തിലും ഒക്കെ അത് ചെയ്യാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. പക്ഷെ ഈ പുതിയ തലമുറ ജോഷി സാർ പറഞ്ഞതുപോലെ അത് പിശാച് ബാധിച്ച ഒരു തലമുറയാണ്. അത് രക്തപാനികളായിട്ട് നിൽക്കുന്ന രീതിയിൽ ഈ ഭീകരമായിട്ടുള്ള മീറ്റ് ഈറ്റേഴ്സ് ആണ് അവർ. അവർക്ക് ഈ പിസയും പാസ്റ്റയും പിന്നെ കുഴിമാന്തി എന്ന് പറഞ്ഞ് വളരെ വേഗം നമ്മളെ കുഴിച്ചിടാനുള്ള ഭക്ഷണവും അതേപോലെ ഷവർമയും ഇങ്ങനെയൊക്കെയുള്ള ഈ ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പെറ്റമ്മയേക്കാൾ ഷവർമ്മ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ പക്ഷെ അതിൽ നിന്നും നമുക്ക് ഇവരെ പിന്തിരിപ്പിച്ച് കൊണ്ടുപോകാനേ കഴിയില്ല. പിന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ അത്ര മനക്കട്ടിയുണ്ട് രാജു സാറിന്റെ കൂട്ട് രുചിയെ പാടെ മറന്നുകൊണ്ട് ഈ 3 നട്ട്സും 1 മുട്ടയും ഉച്ചയ്ക്ക് ലീഫി വെജിറ്റബിൾസും 1 സ്പൂൺ ചോറും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മയെ എനിക്ക് ആലോചിക്കാനേ വയ്യ. പക്ഷെ ദീർഘമായിട്ട് ഇരിക്കണമെന്നും ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ളവരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശീലിക്കണം. എന്തായാലും ഇത് ഈ കൊളോൺ ക്യാൻസറിൽ ഓമന മാം തുടങ്ങിയെങ്കിലും ഇത് അതിഗംഭീരമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയി. അതേപോലെ തന്നെ നമ്മുടെ നിസ്സഹായതകൾ വെളിപ്പെടുത്തലുമായി. എന്തായാലും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ഡിസ്കഷൻ. മുത്തശ്ശിമാരുടെയൊക്കെ വേവലാതിയും പണ്ട് നഷ്ടപ്പെട്ടു പോയ നന്മകളൊക്കെ ഓർത്ത് വിലപിക്കലും ഒക്കെ കേട്ടു. വലിയ രസമുള്ള ഒരു നമ്മുടെ ഒരു കുടുംബ ചർച്ചയായിട്ട് ഞാനിതിനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടിട്ടുണ്ട്. താങ്ക് യു ഓമന മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ സാറിന്റെ ഒരു രോഷാകുലമായിട്ടുള്ള ഒരു പൗരന്റെ ചോദനം എന്ന് പറയാല്ലേ ടീച്ചറെ. എന്തായാലും ഒരുപാട് ജോർജ് സാർ ആയാ. താങ്ക് യു. ഓക്കെ സാർ. ഇവിടെ മാം പലപ്പോഴും മേക്ക് ആൻഡ് ബ്രേക്ക് ആയിരുന്നു എൻ്റെ ക്ലാസ്. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മടിച്ചു നിന്നത്. കാരണം കൊച്ചുമോൻ വരുമ്പോൾ അവൻ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ, ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ അതിന് പ്രിയോറിറ്റി ഉണ്ട്, അതങ്ങനെയാണ്. എന്തായാലും 3000 കൊല്ലം മുമ്പ് വാഗ്ഭടൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും പേരെങ്കിലും ഓർക്കുകയും പറയുകയും ചെയ്യുന്നു. ഇല്ല, തീർച്ചയായിട്ടും മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ പഠിച്ചാൽ വൈദ്യന്മാരൊക്കെ പറമ്പിൽ പണിയെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒന്ന്. മറ്റൊന്ന് പറഞ്ഞു, ഭക്ഷണം പഥ്യമുള്ളതാണെങ്കിൽ ഔഷധം ആവശ്യമില്ല, ഭക്ഷണം പഥ്യമുള്ളതല്ലെങ്കിൽ ഔഷധം കൊണ്ട് ഫലവുമില്ല. ഇപ്പൊ ഈ ചുരുക്കം പറഞ്ഞ ഈ ആശുപത്രികളൊക്കെ ഇങ്ങനെ വളരുന്നതിന്റെ രഹസ്യം ഈ ചികിത്സ കൊണ്ട് ഒരു ഫലവുമില്ല എന്നാ. രോഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. പണ്ടുണ്ടായിരുന്ന ആളുകൾക്ക് ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെടിയുടെ വേരോ ഇലയോ ആയിരുന്നു. ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നാച്ചുറലായി
ക്യൂറാകാൻ പറ്റുന്ന രോഗങ്ങൾ ഒരു ശരീരത്തിലും വരുള്ളൂ എന്നാ പറയണേ. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ഈ പഴഞ്ചൊല്ല് പോലെ വാമൊഴിയായി തീരേണ്ട കാര്യമാണ്. ഈ യാഥാർത്ഥ്യ ജീവിതാനുഭവത്തിൽ അതിപ്പോ പ്രായോഗികമല്ലെന്നുള്ള കാലത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കെ നെടുവീർപ്പിടാൻ തോന്നാറുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ പറയും, സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ ചില വിഭവങ്ങൾ ഒഴിവാക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ 100 കൊല്ലം ജീവിക്കാനാ അങ്ങനെയൊക്കെ പണ്ട് പറഞ്ഞ് കളിയാക്കിയവര് ഇപ്പൊ പറയുന്ന ബൈപ്പാസ് കഴിഞ്ഞപ്പോ പറയാ നീ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ത് ഞങ്ങളാണെങ്കിൽ കുടിച്ചും തിന്നും കിടന്നിട്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാണ്. നമ്മള് നേരിട്ട് ചോദിക്കുമ്പോൾ ഉത്തരവില്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ ശാരീരികാവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഇത്രയെങ്കിലും പറ്റിയത് അതുകൊണ്ടാണെന്ന് ഞാൻ പറയും. അത്ര തന്നെ, അല്ലാതെ എന്താ ചെയ്യാനാ? തർക്കിക്കാൻ ന്യായമൊന്നുമില്ല, പൊരുത്തപ്പെടാനുള്ള ശ്രമമാണ്. പിന്നെ കൊച്ചുമക്കളുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യം, ഒരു വീട്ടിൽ മാത്രമല്ല. ഒരു രക്ഷയില്ല പ്രതിരോധിക്കാൻ. ഞാൻ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഫോൺ കൊടുത്തു, അമ്മമാര് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഭീകരത കൊച്ചുമക്കളെ അറിയാതെ കഴിക്കുക എന്നും പറഞ്ഞ് ഞാനിത് കേൾപ്പിക്കാനായിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അപ്പൊ എന്നോടും പറഞ്ഞു, അതേ പ്രായോഗിക ജീവിതമാണെന്ന് ആരെങ്കിലും പറയണമെന്ന് നോക്കിക്കോന്നു. പ്രായോഗികമാണോ? നമുക്ക് ഒറ്റയ്ക്ക് മാത്രമേ ഇത് തിരുത്താൻ പറ്റുമോ? പറ്റൂല. അത്ര പ്രഷറല്ലേ, ചുറ്റിലും നിന്നിട്ടുള്ള പ്രഷറല്ലേ, എവിടെന്നാ തിരുത്തിന്? അപ്പോ പെട്ടപ്പെടയ്ക്കണമെന്ന് പറഞ്ഞതുപോലെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധ്യമാകുന്നത്ര നമുക്ക് ആവോളം നമ്മുടെ കാര്യം നോക്കാം, അത്രേ പറ്റുള്ളൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ പറ്റിയ പറയും, അതൊരു മനസ്സുഖമാണല്ലോ. ഓക്കെ, വളരെ സന്തോഷം. വലിയ നേരത്തെ എന്നെ ഇങ്ങനെ കാത്തിരുന്നു, എന്നോടിക്കും ഷെയർ ചെയ്യാൻ അവസരം തന്നതിന് സന്തോഷം. താങ്ക്സ്. ഓമന മാം പ്രത്യേക അഭിനന്ദനം. ഇത്രയും ചർച്ചയ്ക്ക് ഇടയാക്കിയല്ലോ, നല്ല വിഷയമായിരുന്നു, വളരെ നല്ല ആനുകാലിക പ്രസക്തം. താങ്ക് യു. താങ്ക് യു സർ. സാറ് ലേറ്റ് വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാം സാർ അങ്ങനെ വരുവുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് സാറിന്റെ ഇത്രയും ഒരു വലിയൊരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. സാറില്ലാതെ ഈ പ്ലാറ്റ്ഫോം ഇല്ല, ചുക്കില്ലാതെ കഷായം ഇല്ല. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അത് വീണ്ടും തെളിയിച്ചു എന്നുള്ളതാണ് അല്ലെ ശിൽ ടീച്ചറെ? എന്തായാലും വെയിറ്റ് ചെയ്തത് സാറും കൂടെ വന്നിട്ടേ ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യൂന്ന് നമ്മൾ ഉറച്ചിരിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി ആരോഗ്യത്തിന്റെ പറഞ്ഞു ടീച്ചറെ. ടീച്ചറും കൂടി ഒന്ന് പറഞ്ഞു. ആരോഗ്യം തന്നെ, ആഹാരമാണ് ആരോഗ്യം. തീർച്ചയായിട്ടും. സുധോന സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും പേർക്കെങ്കിലും നമ്മളുടെ അടുക്കളകൾ ഒരു പ്രകൃതി സുന്ദരമാക്കാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നടക്കേണ്ടത്. സാറ് പറഞ്ഞ പോലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് അംഗൻവാടികളിൽ ബിരിയാണി സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിരുന്നു അവർക്ക് കൊടുത്തോണ്ടിരുന്നത് അല്ലേ ടീച്ചറെ? നിലക്കടലയൊക്കെ ഇട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. വീടിന്റെ അടുത്തൊക്കെ ഉള്ള കുട്ടികൾ വാങ്ങിച്ചോണ്ട് വരുമ്പോഴേ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഇവർക്കത് ഒരു സജഷൻ വന്നു, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യരംഗത്ത് കുറച്ചുകൂടിയൊക്കെ ഒരു സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അല്ലെ? തീർച്ചയായിട്ടും. ഓമന ടീച്ചറെ, നമ്മുടെ ഒരു തീരുമാനങ്ങളിലും ഒരു കാര്യത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു തീരുമാനം ഇപ്പൊ കാണുന്നില്ല. ഒരു ഫീൽഡിലും ഇല്ല. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണ് ഒരു മനുഷ്യന് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്നത്തെ ജീവിതത്തിൽ. പക്ഷെ അത് 2 രീതിയിലും എല്ലാ തലങ്ങളിലും അത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലെ? അപ്പൊ ഓമൻ ടീച്ചറെ ഇത്ര റിച്ച് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് എന്തായാലും വഴിതെളിച്ച ടീച്ചറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, ടോപ്പിക്ക് വളരെ നന്നായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. വലിയ വലിയ ഫീഡ്ബാക്കുകളാണ് ഓരോരുത്തരുടെ ജീവിതവുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയത്. വലിയൊരു അറിവിലേക്കും വലിയൊരു ചിന്തിക്കാനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം ഈ ഒരു ടോപ്പിക്സിനെ അല്ലെ ടീച്ചറെ? അപ്പൊ അതെ തീർച്ചയായിട്ടും. ടീച്ചർ ഒരു ഓലപ്പടക്കം കൊണ്ടുവന്നിട്ട് ഒരു എന്തോ ഒരു പിന്നെ പടക്കം ഒരു ദീപാവലി അമ്പലത്തിലെ പടക്കം
വെടിക്കെട്ട്. ഒരു ദീപാവലിക്കുള്ളത് ആക്കിയിട്ടാ ടീച്ചർ പോണതല്ലേ? വെടിക്കെട്ട് നടത്തി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. കൊള്ളായിരുന്നു കേട്ടോ. നല്ല കൊള്ളാട്ടോ. ഈ പ്ലാറ്റ്ഫോമിന്റെ മോച്ചായ തന്നെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ടീച്ചറൊക്കെ വേറെ ലെവലായി പോയി തുടങ്ങി. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞ ഓരോരുത്തരും ഭയങ്കര ഒത്തിരി നമ്മൾ വിചാരിക്കണ കഴിഞ്ഞൊക്കെ കൂടുതൽ അപ്പുറത്താട്ടോ ഓരോ എക്സ്പീരിയൻസും അറിവുകളും ഒക്കെ പറയുന്നത്. ആ മിനിമം എല്ലാവർക്കും ഭയങ്കര രോഷാകുലരാണ് ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ തന്നെ പറയാം. അനാരോഗ്യം അല്ലെ? ഭയങ്കര ഒരു ഞാനോർത്ത് അടി ഉണ്ടാവും വിചാരിച്ചേ. അത്രമാത്രം രോഷാകുലരാണ്. ഒരു പന്തത്തിന്റെ കുറവുണ്ട്. അടുത്തടുത്ത് നിന്നിരുന്നെങ്കിൽ മിക്കവാറും പിടിച്ച് തള്ളിയേനെ. സാറ് മിക്കവാറും ഇവിടെ അമിട്ടോട്ടി മിക്കവാറും ബോംബിട്ടിട്ട് പോകുന്ന. എന്തായാലും നിങ്ങൾ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിച്ചാലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കരുത്. വളരെ കറക്റ്റ് ആണ്. കള്ളുഷാപ്പിൽ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഭക്ഷണമാണ് അതിനേക്കാളും വലിയ. ഒന്നാമതിന് പണം സാർ പറഞ്ഞ വളരെ കറക്റ്റ്. നമ്മളൊരു യാത്ര പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയേ, എവിടെ നോക്കിയാലും തിരക്കെന്ന് പറഞ്ഞ ഫുഡ് കോർട്ടിലാണ് തിരക്ക് മുഴുവനും. അത് പെട്ടിക്കടകളായിക്കോട്ടെ, എന്ത് സാധനം വിൽക്കണം ആയിക്കോട്ടെ, അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇത്രയധികം ആളുകൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അവർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് പേടിയാവും അങ്ങനെ ഒരു. അത് ഇന്നലെ ഒരു എക്സാമ്പിൾ, ഇന്നലെ എന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, ഞായറാഴ്ച ആയിട്ട് പോലും എന്ത് ക്യൂ ആണ് ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിലെന്ന്. പുള്ളി വളരെ വിഷമത്തോടു കൂടി വന്ന് പറഞ്ഞു, ഈ ഞായറാഴ്ച രാവിലെ പോലും ഒന്നും വീട്ടിലുണ്ടാക്കാതെ ഇവർ എന്ത് ചെയ്യും? നമ്മൾ ഞായറാഴ്ച ഒരു 10 മണി വരെ ഉറങ്ങും. അവർക്ക് അതാണ് അന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർ. പിന്നെ ഉച്ചയ്ക്ക് കുളിച്ചൊരുങ്ങിയിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകും, ബിരിയാണി കുഴിമന്തിയൊക്കെ കഴിക്കാനായിട്ട്. എന്നിട്ട് ഒരു കറക്കമൊക്കെ കറങ്ങി വൈകിട്ട് ബെറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് പോരും. 2-3 കുപ്പി കൊക്കക്കോളയോ 7up കഷത്ത് കാണും. എല്ലാം ഓൺലൈനിൽ വീട്ടിൽ വരുമല്ലോ. തിരക്കുള്ളവരെ അതിനും പോലും പോകും. അയ്യോ ചോറൊക്കെ ഉണ്ടോ? സാറേ ഇതെല്ലാം പറയുമ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഇനി? കുടിച്ചോ? ഞാൻ ഇതിനിടയിൽ ചക്കപ്പുഴുക്കാണ് എന്റെ അത്താഴം കഴിച്ചത്. സാധ്യമാകുന്നത്ര ഞങ്ങള് അങ്ങനെ പൊരുത്തപ്പെടാറുണ്ട്, ശ്രമിക്കാറുണ്ട്. രാജു സാറിന്റെ വീട്ടിലും ചക്കപ്പുഴുക്കാണെന്ന ജോർജ് സാറിന്റെ വീട്ടിലും ചക്കപ്പുഴുക്കാണ് അല്ലേ? അതുകൊണ്ട് സാധ്യമാകുന്നത്ര ഞാൻ അങ്ങനെയാണ്. നേച്ചർ ഫ്രണ്ട്ലിയാ. ഞാനിവിടെ ടീച്ചറെ എനിക്ക് ചക്കപ്പുഴുക്കൊന്നും കേട്ടില്ല. എനിക്ക് കേൾക്കുമ്പോ കൊതിയാവും. ഞാൻ ചക്കപ്പഴം കഴിച്ചു. സംഭവമാണ് അല്ലേ? എന്തായാലും നല്ലൊരു സെഷനിലൂടെയാണ് പോയത്. കാര്യോടെ പറഞ്ഞോട്ടെ, ഈ ചക്ക ഏറ്റവും ഫൈബർ ഉള്ളതാണ്. പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അതിൽ അരക്കിന് എന്തോ ഒരു പ്രത്യേക കെമിക്കൽ അതിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചക്കക്കാലത്തെ നമുക്ക് കൂടുതൽ നല്ല പ്രയോജനകരമാക്കുന്നതിന് വേണ്ടി അത് പിന്നെ സൂക്ഷിക്കാം, നമുക്ക് പ്രിസർവ് ചെയ്യാം കുറച്ച്. ചെറുതായിട്ട് ിട്ട് ഇപ്പൊ വെയിലില്ലെങ്കിൽ കൂടി നമുക്കത് തോർത്തിയെടുത്ത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി വെക്കുകയാണെങ്കിൽ അത് കുറെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ചക്കപ്പഴം നമുക്കത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത് അത് തുണിയിലേക്ക് ഒഴിച്ച് ഉണക്കിയെടുക്കാം. അങ്ങനെ ഓരോ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ചക്ക ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തി, നല്ല ടേസ്റ്റിയാണത് അല്ലേ? പിന്നെ രാജു സാറ് വെട്ടിയ ചക്ക നിങ്ങൾ എല്ലാരും കൂടെ വീതിച്ചെടുത്തോ? പിന്നല്ലാണ്ട് ചക്ക. പിന്നെ ഷുഗർ ഇത് ഈ പച്ചക്ക് ഇത് കഴിക്കുമ്പം ഷുഗർ കുറയും എന്ന് പറയുന്നത്. ഷുഗർ ഉള്ളവർക്കേ അത് കുറയാനും നല്ലൊരു ഇതുള്ളത്. അതൊക്കെ പഠനങ്ങൾ തെളിയിച്ചേക്കുന്ന കേട്ടോ. ഇതൊക്കെ നമ്മള് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ലാതെ പറയുന്നതല്ല. ശരിക്കും ഇതൊക്കെ റിസർച്ച് ചെയ്ത പഠനങ്ങൾ തെളിയിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. മുമ്പ് അങ്ങനെയൊന്നുമില്ല. നമ്മളിതൊന്നും അറിയാതെയാണ് ചെറുപ്പത്തിലെ ചക്കയുള്ള സമയത്ത് ചക്ക, രാവിലെ ചക്കപ്പുഴുക്ക്, വൈകുന്നേരം ചക്കപ്പുഴുക്ക്, ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞി, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. കപ്പയുള്ള സമയത്ത് പച്ചക്കപ്പയുള്ള സമയത്ത് പച്ചക്കപ്പയായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത സമയമാകുമ്പോഴേക്കും ഈ കപ്പ നമ്മൾ ഉണക്കി വെക്കൂലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങൾ കഴിച്ചില്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുകയാണ്. കാരണം ടീച്ചറെ, നമ്മൾ തന്നെയാണ് കഴുതകൾ. അതായത് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് അവർക്ക്
സൗകര്യത്തിന് ജീവിക്കാനായിട്ടും ആഘോഷിക്കാനായിട്ടും അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആയി പോയിന്നേ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുതന്നെ ഒരു ഒത്തിരി ഫാക്ടർ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിച്ചപ്പോൾ നമുക്കറിയോ അങ്ങനത്തെ പുറത്തു പോയി ഹോട്ടലൊന്നും കണ്ടിട്ടുകൂടിയില്ല. അന്ന് ഒരു ഉൾഗ്രാമത്തിലല്ലേ വീടൊക്കെ. ഹോട്ടൽ എന്താന്ന് പോലും അറിയില്ല. എങ്ങനെ ഒരുപാട് പ്രായമായ പിന്നെ ഹോട്ടലൊക്കെ കണ്ടത്. അപ്പൊ നമുക്ക് ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയി കഴിച്ചില്ല. പക്ഷെ ഇപ്പൊ എല്ലാം ചോറ് സാർ വന്നത് എല്ലാം വീട്ടിൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ സൗകര്യമുള്ളപ്പോ എല്ലാരും അത് പ്രയോജനപ്പെടുത്തുന്നു. അതാണ്. പക്ഷേ എന്റെ പിള്ളേര് പഠിച്ചോണ്ടിരുന്നപ്പോ രാവിലെ സ്കൂളിൽ പോകുമ്പോ മീനും ഇറച്ചിയൊന്നും കഴിക്കുകയില്ലായിരുന്നു. കഴിക്കുകയില്ല. സ്കൂളിലേക്ക് പോകുമ്പോ മീനും ഇറച്ചിയൊന്നും കഴിക്കുകയില്ല, കൊണ്ടുപോകുകയില്ല. പക്ഷെ അവരിപ്പോ എന്താ ചെയ്യുന്നത്? അത് സാരമില്ല, അവര് കഴിക്കട്ടെ. അപ്പം അത് സമൂഹത്തിന്റെ കൂടെ അങ്ങ് ഒഴുകും അവര്. ഒരു കാര്യം ചെയ്യും, ടീച്ചർ ഈ വീഡിയോ ഒക്കെ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഈ ക്ലാസിന്റെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ലിങ്ക് ഒക്കെ. ഞാനിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ ചെയ്യാനുള്ള ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തു. അതാണ് നമുക്ക് നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇനി എനിക്ക് ഡ്യൂട്ടി ഇല്ല. ഇവിടെ വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ പറയാട്ടോ. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഒരുപാട് ഒരു ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ടീച്ചർ ഇന്ന് എടുത്തു തന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണമേ ഇപ്പൊ ഒട്ടുമുക്കാല് പേർക്കും ഉണ്ടാകുന്ന ഒരു ക്യാൻസർ തന്നെയാണ് ടീച്ചർ ഇന്നെടുത്ത ക്ലാസ്സേ. അതിനെ കുറിച്ച് ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധം നമ്മളിലെങ്കിലും ഒക്കെ. വാചകത്തിന് ഒരു തിരുത്ത്. ആഹാരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ന് പറയരുത്. ആഹാരം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാറിൽ പെട്രോൾ ഒഴിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും കൊണ്ട് ഒഴിച്ചാൽ കാറിൽ എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കെട്ടിൽ എന്ത് ഇടണമെന്ന് നമുക്ക് ഉറപ്പില്ല, എന്തും ഇടാം. അപ്പൊ നമ്മുടെ കെട്ടിന് അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ അതിൽ ഇടുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇല്ലല്ലോ. ഒരു ഫാമിലിയിൽ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് പറ്റില്ല. കാരണം പുതിയ ആളുകൾക്ക് അങ്ങനെയുള്ള ഫുഡ് വേണം, നമുക്ക് ഇങ്ങനത്തത് വേണം. അങ്ങനെ ആവുമ്പോഴത്തേക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയില്ല മാഡം. എനിക്ക് വന്ന മരുമകള് പിന്നെ പാലായിന്നായിരുന്നു. ഞാനിവിടെ അവള് അവസാനം പറഞ്ഞ എന്നാന്ന് വെച്ചാൽ കുറെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഇവിടെ വന്ന വകയില പിന്നെ പച്ചക്കറി കഴിക്കാൻ പഠിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇടിച്ചക്കയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കാണാതെ പോകുമായിരുന്നു, മറഞ്ഞു പോകുമായിരുന്നു. കുറ്റം ടീച്ചറിന്റെ ആ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എന്നാ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അല്ലേ? പക്ഷേ എന്ന് പറഞ്ഞ പോലെ ആളുകൾ അങ്ങനെ ഒരു വീട്ടിലെല്ലാവർക്കും പലതരമൊന്നുമില്ല. ഒരു ആരോഗ്യകരമായ ഒരു ഫുഡ്, ഒരു ഡയറ്റ് ആ വീട്ടിലുണ്ടായപ്പോഴുള്ളൂ. അതെ, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാക്കുന്നോ അതെല്ലാവരും കഴിക്കുക. അത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക. അത് എന്റെ മദറിനോട് പരിപാടിയായിരുന്നു. ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർക്ക് ഇങ്ങനെ വേറെ വേറെ കൊടുക്കുക. അത് കണ്ടതോടുകൂടി ഞാൻ എന്തുണ്ടാക്കിയാലും അത് കുട്ടികൾ കഴിക്കണം എന്നുള്ള നടപടി വീട്ടിലുണ്ടാക്കി. മാഡം ഈ ഇടിച്ചക്ക എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഇടിച്ചക്ക സാർ മൂക്കാത്ത ചെറിയ ചക്കയാണ്, ചക്കക്കുട്ടിയില്ലേ, അതിന്റെ ആ പുറത്തേത് മാത്രം കളയും, നടുക്കുള്ള ആ കൂഞ്ഞിയും കളയും, ബാക്കി മൊത്തം എടുക്കും. ഷുഗർ അതാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ സാധാരണ ചക്ക ഉപയോഗിച്ചാൽ ഷുഗർ കൂടും. സാധാരണ ചക്കയിലെ വിളഞ്ഞ ചക്കയാണെങ്കിൽ പോലും ഷുഗർ കൂടും. അതേസമയം ഈ ഇടിച്ചക്ക കഴിച്ചാൽ മാത്രമേ ഷുഗർ കുറയത്തുള്ളൂ. ഇടിച്ചക്ക കഴിച്ചാൽ ഷുഗർ നല്ലോണം കുറയുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം അത് ഇടിക്കണം. ശരിക്കും ഇടിച്ചക്ക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഇടിച്ചിട്ടാണ് കറി വെക്കുക. ഉപ്പേരിയാക്കുക, കറിയല്ല ഉപ്പേരി. അതുകൊണ്ടാണ് അതിന് ഇടിച്ചക്ക പേര്. മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി. സാറേ, ചക്കയുടെ മുള്ളു മൊത്തം കളയണം. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഇഡലി പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ എങ്ങാണോ ഇട്ടൊന്ന് ചെറുതായിട്ട് ഒറ്റ വിസിലേ അടിക്കാവൂ. അത് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോൾ നമ്മള് ഇപ്പൊ മിക്സിയിലാണ് ചെയ്യുന്നത്, മുമ്പ് അരകല്ലിൽ വെച്ച് തന്നെ ഒന്ന് ചതയ്ക്കും. ചതച്ചിട്ട് കടുവറുത്ത് സാധാ തോരൻ വെക്കും പോലെ വെക്കും. നല്ല ടേസ്റ്റ് ആണ്. മുള്ളു മാത്രല്ല, അതിന്റെ നടുവിലുള്ള ആ കൂഞ്ഞിയും കളയണം. നടുവിലൊരു ഇതില്ലേ, അത് മാത്രം എടുത്ത് തോരൻ വെക്കും. അതും ചക്കക്കുരു
സവോളയും കൂടെ ചേർത്ത് നല്ല സൂപ്പർ തോരന്, നല്ല ടേസ്റ്റാ. ഇടിഞ്ചക്കയാണെങ്കില് പൂഞ്ഞി കളയേണ്ടി വരില്ല. കാരണം വെച്ചാൽ അത് മൂപ്പാകുമ്പോഴാ പ്രശ്നം വരുന്നത്. അതെ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ അത് ചേരും. പൊക്കോളും. ശരി. വലിയ ചക്ക എടുക്കത്തില്ലേ? വലിയ ചക്ക എടുക്കുമ്പോഴത്തേക്ക് ആ പൂഞ്ഞ് അതെടുത്ത് മാറ്റി വെക്കുക അടുത്ത ദിവസത്തേക്ക് തോരന്. അതും ചെയ്യുമായിരുന്നു. ഞങ്ങള് ചക്കക്കുരു തോരൻ വെക്കുന്നത്. ഇതൊക്കെ അപ്പൊ ഈ പൂഞ്ഞ് മാറ്റി വെക്കുമ്പോഴേ ആ ചൊളയുടെ കുറച്ച് ഭാഗം കൂടെ ചേർത്ത് വെച്ചാ മുറിക്കുന്നത്. അതെ 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 ശരിയാ. അത് ശരിയാ സാറേ. അത് നല്ല അങ്ങനെ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിന് ഈ സീസണിന്റെ ഒരു സ്പെഷ്യൽ കറിയല്ലേ, റിച്ച് കറി, ചക്കക്കുരു മാങ്ങി. നമ്മള് മുമ്പ് ഈ ചക്ക ഉണ്ടായി കഴിയുമ്പോ ഇടിഞ്ചക്ക ആദ്യം ഇടിഞ്ചക്കയാണ് നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാണ് ചക്ക മൂത്ത് അല്ലേ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം പുഴുകാൻ ഇത് മൂത്തിട്ട് വേണ്ടേ പുഴുകാൻ. അതെ, അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യം ചക്ക തന്നെ ഇടിഞ്ചക്ക തന്നെ ആദ്യം ഉണ്ടാക്കും. ആദ്യം പുഴുകാന്ന് വെച്ചാൽ നടക്കൂ. എന്താണെന്നോ, ചക്ക ഇഷ്ടം പോലെ കാണും, എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പൊ അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഭാഗവും ആണത്. അല്ല, തോരൻ വെക്കാൻ നല്ലതാ. കഴിച്ച് ശീലിച്ചാലും നമുക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാല്ലേ നമുക്ക്. കറുമുറ് തന്നെ തിന്നു പഠിച്ചാൽ അത് തന്നെ തിന്നേണ്ടി വരും. ഈ സ്റ്റൊമക്കിന് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം അതുപോലെ എത്ര നാക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പറയുമായിരുന്നു, എന്തെല്ലാം ചെയ്യുമായിരുന്നു. അതെ അതെ അതെ, എത്ര പ്രാവശ്യം ചെയ്യുമായിരുന്നു. ഇത് ശത്രുവിന്റെ പറമ്പിൽ പോലും ഇടാൻ മടിക്കുന്നത് എല്ലാ വേസ്റ്റ് മാരി ഇടും. എത്ര കഷ്ടമാണ്, എത്ര കഷ്ടമാണ്. പ്രതികരിക്കാൻ അവിടെ വയ്യാത്തതുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റണത്. ഞാന് സാറ് കണ്ടായിരുന്ന വീഡിയോ, ഒരു കള്ളുകൂടിയും കോഴിക്കാല് കടിക്കുന്നത്? കുറച്ച് കണ്ടു. എന്റെ കോഴിക്കാലിന് പോലെ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? കണ്ടില്ല ശരി. രാജ് സാറിനെ ഒന്ന് കാണാനൊന്നും ഇടുവോ ടീച്ചറെ? പ്ലേ ചെയ്യാൻ പറ്റുമോ സാറേ? അതെ, ഒരു കള്ളു കുടിക്കുന്ന ഒരാള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇങ്ങനെ സ്വപ്നം കാണുവാണേ, ഇമാജിൻ ചെയ്യുവാണ്. കള്ളും കുടിച്ചിട്ട്, കള്ളല്ല ഇതാണ്, അപ്പൊ മദ്യ കഴിക്കുന്നെ. അതിന്റെ കൂടെ കോഴിക്കാലും കടിച്ചു പറിച്ചോണ്ടിരിക്കുക. പക്ഷെ പുള്ളിക്കാരൻ പെട്ടെന്ന് കടിച്ചത് തൊട്ടടുത്ത് കിടന്ന ആളുടെ കാലിലായി പോയി. പുള്ളിക്ക് അത്രയും ഒരു തെറ്റ് പറ്റിപ്പോയി. അതാണ് കോഴിക്കാലെന്ന് ഓർത്ത് കടിച്ചതാ തൊട്ടടുത്ത് കിടന്ന ആളുടെ കാലിൽ പിടിച്ച് കടിച്ചു. അതാ ഒരവസ്ഥ. അതെ അതെ, അതൊരു വലിയ കാര്യം തന്നെയല്ലേ. എന്തായാലും ഓമന മാം വളരെ സന്തോഷം, ഇങ്ങനെ ഒരു നല്ലൊരു സബ്ജക്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് മേൽ ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കി. കൺക്ലൂഡ് ചെയ്തു. ടീച്ചർ അത് കൺക്ലൂഡ് ചെയ്യാട്ടോ. നല്ല ടീച്ചറിന്റെ ക്ലാസ് വേറെ ലെവലിലേക്കായി വന്നു തുടങ്ങി കേട്ടോ ടീച്ചറെ, ഓമൻ ടീച്ചറെ. നല്ല ക്ലാസ്, ഇന്ന് നല്ല റിച്ച് ആയിരുന്നു. കണ്ടന്റ് ഒക്കെ ധാരാളം കണ്ടന്റ് ഒക്കെ ആയിട്ട് നല്ല ക്ലാസ് ആയിരുന്നേ. നല്ല ടോപ്പിക്കും അല്ലേ ടീച്ചറെ? എല്ലാവർക്കും ഒന്ന് ഒരു ചിന്തിക്കാനുള്ള ഒരു വക കൊടുത്തു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാല്ലേ? നമ്മൾ 6 പേരായിട്ടുണ്ട്. സാബു സാറ് ഇല്ലാന്ന് തോന്നണം. നമുക്ക് എൻഡ് ചെയ്തിട്ട് പോകാൻ ടീച്ചറെ. എന്ത് പറയുന്നു? സാബു സാർ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോ നമ്മള് വിട്ടുകൊടുത്തില്ല. സാറ് 8:30 ഇപ്പൊ 9:30 പോയിക്കൊണ്ടിരിക്കുവല്ലേ നമ്മള്. അപ്പൊ അതുകൊണ്ട് സാറിന് എന്തെങ്കിലുമൊക്കെ തിരക്കും കാണുമെന്ന് നമുക്കറിയാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ലേ പോകുന്നത്. സാറിന് ആഹാരം കഴിക്കാൻ ടൈമായി. സാറ് വാച്ച് നോക്കുന്നുണ്ട്. പോകാം, കൺക്ലൂഡ് ചെയ്യാൻ ടീച്ചറെ, ഓമൻ ടീച്ചറെ. താങ്ക് യു. എല്ലാവർക്കും നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം 7 മണിക്ക്. നാളെ സ്റ്റോറി തെറാപ്പിയാണ്. സാറിന്റെ ഒരു മെസ്സേജ് വരുമെന്ന് വിചാരിക്കാം, എന്നറിയില്ല. ഓക്കെ ടീച്ചറെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.